വെൽക്കം ബാക്ക് ടു ദിശ അക്കാഡമി. ഇംഗ്ലീഷിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയ കാര്യങ്ങളുടെ ബാക്കി സംസാരിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രധാന ക്രിയകളെ അഥവാ മെയിൻ വേർബ്സിനെയാണ്. എന്താണ് പ്രധാന ക്രിയകളെന്നും എത്ര തരങ്ങളുണ്ടെന്നും ഓരോ തരവുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങൾ പഠിക്കാനുണ്ടെന്നും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കി. അതിലൊന്നും ആർക്കും ക്ലാരിറ്റി കുറവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ വേർബ്സിലെ തന്നെ രണ്ടാം തരക്കാരായിട്ടുള്ള ഓക്സിലറി വേർബ്സ് അഥവാ ഹെൽപ്പിംഗ് വേർബ്സ്, ഇനി മലയാളത്തിൽ പറയുകയാണെങ്കിൽ സഹായക ക്രിയകളെ പറ്റിയിട്ടാണ്. എന്താണെന്നും ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ നിയമങ്ങളാണ് പാലിക്കേണ്ടതെന്നൊക്കെ ഈ ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ, നമ്മൾ എപ്പോഴും ആരംഭിക്കുന്നത് പോലെ ഓക്സിലറി വേർബ്സിന്റെ നിർവചനത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഓക്സിലറി വേർബ്സ്. Auxiliary verbs, also known as helping verbs, are used with main verbs to form എന്തിനൊക്കെ വേണ്ടിയിട്ടാ? To form different tenses, moods and voices, adding more meaning to the main verb. മെയിൻ വെർബിന്റെ കൂടെ എപ്പോഴും അവർ ഒട്ടിച്ചേർന്നാണ് നിൽക്കുക, അങ്ങനെ വേർപെട്ട് നിൽക്കാറില്ല. എപ്പോഴും ഓക്സിലറി വെർബിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുക മെയിൻ വെർബിന്റെ കൂടെ തന്നെ ആയിരിക്കും. ഓക്കെ, പ്രധാനപ്പെട്ട ഓക്സിലറി വേർബ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ പ്രൈമറി ഓക്സിലറി വേർബ്സ് ആണെന്ന് ഇന്നലെ നമ്മൾ സംസാരിക്കുകയുണ്ടായി അല്ലേ? ഈ സാം വാസ് വെയർ, അല്ലെങ്കിൽ ബീയിങ് ബീന്, ഡു ഡസ് ഡിഡ്, ഹാവ് ഹാസ് ഹാഡ്, ബീയുടെ ഫോംസ്, ഡൂവിന്റെ ഫോംസ്, ഹാവിന്റെ ഫോംസ് എന്ന് മൊത്തത്തിൽ പറഞ്ഞാല് ഇവയെല്ലാം കൂടി കൂട്ടിയിട്ട് ഇവയെ പ്രൈമറി ഓക്സിലറീസ് എന്നാ വിളിക്കുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടല്ലേ? പ്രൈമറി ഓക്സിലറീസ്, ഇതാണ് ഓക്സിലറി വേർബ്സ് എന്ന് മനസ്സിലായി. മെയിൻ വെർബിന്റെ കൂടെയാണ് ഉപയോഗിക്കുക എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനാണ് ഓക്സിലറി വേർബ്സ് ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. ഓക്കെ, why are auxiliary verbs used? ഒന്ന് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്സിലറി വേർബ്സ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചോദിച്ചേക്കരുത് എന്തിനാ ഈ മെയിൻ വെർബ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഓക്സിലറി വെർബ് ഒരു അധികപ്പറ്റ് പോലെ മെയിൻ വെർബിന്റെ കൂടെ എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നതെന്ന് ചോദിക്കരുത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ട്. ആ കാരണങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാല് ടെൻസ് ഉണ്ടാക്കാൻ, ഡിഫറെന്റ് ടെൻസസ് ഉണ്ടാക്കാൻ ആരുടെ സഹായം വേണം? ഓക്സിലറി വേർബ്സിന്റെ സഹായം വേണം. നോക്കിക്കേ, ഇവിടെ ഞാൻ ഒരു 2-3-4 ടെൻസിന്റെ ക്ലാസ്സിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, വൈകാതെ എത്തും. എന്നിരുന്നാലും ഒരു ഇൻട്രോഡക്ടറി പാർട്ട് എന്ന നിലയിൽ നമുക്കൊന്ന് സംസാരിച്ചു പോകാം. എങ്ങനെയാണ് ഓക്സിലറി വെർബ് ഉപയോഗിച്ച് ടെൻസ് ഉണ്ടാവുന്നത്? വിവിധങ്ങളായിട്ടുള്ള ഓക്സിലറി വെർബുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടുമ്പോ ടെൻസിന് തന്നെ മാറ്റം സംഭവിക്കുന്നുണ്ട്. ചില പ്രത്യേക ഓക്സിലറി വെർബുകൾ ചില പ്രത്യേക ടെൻസുകളുടെ ഭാഗമായിട്ട് മാത്രമേ വരികയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. നോക്കിയേ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, ഇവിടെ ആരാ വന്നിരിക്കുന്നേ? ഹാവ് വന്നു. അപ്പൊ നമുക്കറിയാം പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു സബ്ജക്റ്റും പ്ലസ് ഹാവ് ഹാസ്, അതിന്റെ കൂടെ ക്രിയയുടെ മൂന്നാമത്തെ രൂപം കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് പ്രസന്റ് പെർഫെക്റ്റ് ഉണ്ടാവുന്നത്. ഈ ഹാവും ഹാസ് ഒക്കെ എവിടെ ഉപയോഗിക്കുക എന്നറിയോ? ഓക്സിലറി വെർബ് ആയിട്ട് പ്രസന്റ് പെർഫെക്റ്റ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതേപോലെ ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കും. അത് സബ്ജക്റ്റിന്റെ സ്വഭാവം അനുസരിച്ചാണ് വാസ് അല്ലെങ്കിൽ വേർ ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വാസും, പ്ലൂരൽ ആണെങ്കിൽ വേറും. ഇനി വിൽ ബി, വിൽ എന്ന ഓക്സിലറി വെർബ് തീർച്ചയായിട്ടും ഫ്യൂച്ചർ ടെൻസുകളിലാണ് ഉപയോഗിക്കുന്നത്. വിൽ ബി എന്നൊക്കെ പറയുമ്പോൾ അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ പ്രസന്റ് കണ്ടിന്യൂസിൽ വരുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബ്സ് ആണ് ഈസ്, ആം, ആർ. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും സബ്ജക്റ്റിന് അനുസൃതമായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി പാസ്റ്റ് പെർഫെക്റ്റില് ഹാഡ് മാത്രമേ വരികയുള്ളൂ. ഇവിടെ നോക്കിയേ, ഈ ഒന്നാമത്തെ സെന്റൻസിലേക്ക് ഒന്ന് നോക്കിയേ, ദേ ഹാവ് ഫിനിഷ്ഡ് എന്നാണ്. അവിടെ ഹാവ് പ്ലസ് V3 വന്നപ്പോ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇനി ഞാൻ ഈ ഹാവിനെ ഇങ്ങ് കട്ട് ചെയ്ത് ഇവിടെ ഒരു ഹാഡ് എഴുതി എന്ന് വിചാരിച്ചോ, അപ്പോ ഒരു പ്രശ്നം സംഭവിച്ചു, ടെൻസ് മാറി. ഹാവ് ഇരുന്നപ്പോ പ്രസന്റ് പെർഫെക്റ്റ് ആയിരുന്ന സാധനം ഹാഡിന്റെ കടന്നു വരവോടുകൂടി എന്തായി? പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറി. കാരണം നമുക്കറിയാം പാസ്റ്റ് പെർഫെക്റ്റ് മാത്രമേ ഹാഡിനെ ഉപയോഗിക്കാറുള്ളൂ.
ഓക്കെ, ഇനിയിപ്പോ ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസിൽ വാസ് ആയിരുന്നു. ഇനിയിവിടെ ഞാനൊരു ആം ഇട്ടാൽ, ഈ വാസിന് പകരം ഇവിടെ ഒരു ആം ആണെന്ന് വിചാരിക്കട്ടെ, അപ്പോഴും ടെൻസ് നേരെ ഷിഫ്റ്റ് ആയി അത് പ്രസന്റ് കണ്ടിന്യൂസ് ആയി മാറി. കാരണം പ്രസന്റ് കണ്ടിന്യൂസിലാണ് സബ്ജക്ട് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് ഐ എൻ ജി ഫോം ഉപയോഗിക്കുന്നത്. വാസിന് പകരം ഇവിടെ ഒരു ആം ഇട്ടാല്, ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആം ഇട്ടാല് അത് പ്രസന്റ് കണ്ടിന്യൂസ് ആയി. അപ്പൊ ഇത്തരത്തില് ടെൻസുകള് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായിരിക്കുന്നതിന്റെ കാരണം ഈ ഓക്സിലറി വേർബ്സ് ആണ്. ഈ ഓക്സിലറി വേർബ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാല് ടെൻസും മാറി. അപ്പൊ ടെൻസ് ഉണ്ടാക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? ഓക്സിലറി വേർബ്സ് വേണം. അല്ലാതെ ചുമ്മാ മെയിൻ വെർബിന്റെ കൂടെ എന്താ പിന്നെ അവനൊരു കമ്പനി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നൊന്നും അല്ല കേട്ടോ. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ ഉപയോഗം. രണ്ടാമത്തെ ഉപയോഗം നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാ ചോദ്യം ഉണ്ടാക്കുന്നത്? ഇംഗ്ലീഷിൽ ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ ഓക്സിലറി വെർബിന്റെ ആവശ്യം വേണമെന്നേ. ഓക്സിലറി വെർബ് ഇല്ലാതെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനാവില്ല. ഒരു സ്റ്റേറ്റ്മെന്റിനെ, ഒരു പ്രസ്താവന രൂപത്തിലുള്ള ഒരു കാര്യത്തെ ഒരു ചോദ്യ രൂപമാക്കി മാറ്റാൻ ഓക്സിലറി വെർബിനെ എടുത്ത് സബ്ജക്റ്റിന്റെ മുമ്പിൽ പ്രതിഷ്ഠിക്കണം. സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി വെർബ് വന്നാൽ അത് പ്രസ്താവനയാണ്. പക്ഷെ സബ്ജക്റ്റിന് മുന്നേ ഓക്സിലറി വെർബ് ഇട്ടാല്, ഈ ഇവിടെ കിടക്കുന്ന സാധനത്തിന് നേരെ സബ്ജക്റ്റിന് മുമ്പിൽ കൊണ്ടുപോയിട്ടാല് ഇറ്റ് ബിക്കംസ് എ ക്വസ്റ്റ്യൻ, അതൊരു ചോദ്യമായി മാറുന്നു. അങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പൊ ആര് വേണം? ഓക്സിലറി വെർബ്സ് വേണം. നോക്കിക്കേ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള സ്ട്രക്ചർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. സാധാരണ സെന്റൻസ് എങ്ങനെയാ? സബ്ജക്റ്റിലാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു ചോദ്യം തുടങ്ങുന്നത് എപ്പോഴും ഒരു ഓക്സിലറി വെർബിലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അത് പ്രകാരം സ്ട്രക്ചർ ഇങ്ങനെ വരും: ഓക്സിലറി വെർബ് പ്ലസ്, അതിനുശേഷമാണ് സബ്ജക്റ്റ് പ്ലസ്, പിന്നെയാണ് മെയിൻ വെർബ്, അതിനുശേഷം വെർബ് തെരഞ്ഞെടുക്കുക, ടെൻസിനനുസൃതമായിട്ട് തെരഞ്ഞെടുക്കുക. എന്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാല് ചോദ്യമായി. ഇനി അത് നെഗറ്റീവ് ആണെങ്കിൽ ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് നോട്ട് പ്ലസ് മെയിൻ വെർബ് ആണ് അങ്ങനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡു യു വർക്ക് ഓൺ സൺഡേസ്? ഞായറാഴ്ചകൾ നിങ്ങൾ തൊഴിൽ ചെയ്യാറുണ്ടോ? ഈസ് ഷീ റീഡിംഗ് ദ ബുക്ക്? അവള് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇനി അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇസ്ന്റ് ഷീ റീഡിംഗ് ദ ബുക്ക്? അവൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ? കണ്ടോ, ആണോ എന്നാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ എങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ അർത്ഥമാക്കുന്നത് അല്ലേ എന്നാണ്. അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണേ. ഡിഡ് യു വിസിറ്റ് ദ മ്യൂസിയം യെസ്റ്റർഡേ? നീ ഇന്നലെ മ്യൂസിയം സന്ദർശിച്ചിരുന്നോ? ഓ ഇല്ലയോ എന്നൊക്കെയാണ്. നെഗറ്റീവ് ആണെങ്കിൽ ഡിഡ്ന്റ് യു വിസിറ്റ് ദ മ്യൂസിയം യെസ്റ്റർഡേ? നീ ഇന്നലെ മ്യൂസിയം സന്ദർശിച്ചിരുന്നില്ലേ എന്നാകും. ആ അർത്ഥവ്യത്യാസം മനസ്സിലാക്കുക. ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ ഓക്സിലറിയെ സബ്ജക്റ്റിന് മുമ്പിൽ പ്രതിഷ്ഠിക്കണം. ഓക്കെ, ഇനി ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു സെന്റൻസ് എഴുതാം. രണ്ട് മൂന്നെണ്ണം എഴുതാം. ഷീ പ്ലേസ് yes he played കേട്ടോ. കളർ മാറിയല്ലോ അല്ലേ? he played ക്രിക്കറ്റ് തന്നെ കൊടുക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടത് ക്രിക്കറ്റ് ആയതുകൊണ്ട് ക്രിക്കറ്റ് തന്നെ കൊടുക്കാം. യെസ്, മൂന്ന് സെന്റൻസുകൾ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാം. ഷീ പ്ലേസ് ഫുട്ബോൾ, അവൾ ഫുട്ബോൾ കളിക്കുന്നു. ദേ പ്ലേ ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിക്കുന്നു. ഹി പ്ലേഡ് ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിച്ചു. രണ്ടെണ്ണം സിമ്പിൾ പ്രസന്റ് ആണ്, ഒരെണ്ണം സിമ്പിൾ പാസ്റ്റ് ആണ്. എങ്ങനെയാ ചോദ്യം ഉണ്ടാക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ ഓക്സിലറി വെർബ് വേണം. പക്ഷേ ഞാനിവിടെ V1 V2 V3 ഫോമിലേക്ക് മാറ്റാൻ സാധിക്കുന്ന ഒരു മെയിൻ വെർബിനെ മാത്രമേ ഞാൻ ഇവിടെ കാണുന്നുള്ളൂ അല്ലെ? ഇവിടെ പ്ലേസ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ ഓക്സിലറി വേണം, പക്ഷെ കാണുന്നില്ല. നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളത് ഉണ്ടാക്കും.
നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ നിങ്ങൾ അത് നേടിയെടുക്കും. അപ്പം ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. എങ്ങനെ എടുക്കാന്നറിയാവോ? ഈ മെയിൻ വെർബിന്റെ ഉള്ളില് ഒരാൾ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ട്. അയാളെ ഒന്ന് പുറത്തെടുത്താല് നമുക്ക് ഓക്സിലറി വെർബുമായി, അതിനുശേഷം നമുക്ക് ചോദ്യം ഉണ്ടാക്കാനുള്ള വകുപ്പുമായി. അതിന്റെ ഉള്ളിൽ ഒരാളുണ്ട്. ആ ഉള്ളിലുള്ള ആളെ കണ്ടുപിടിക്കാൻ ഞാനൊരു സൂത്രം പറയാം. ഈ പ്ലേസ് എന്ന വെർബില്ലേ, പ്ലേസ് യഥാർത്ഥത്തിൽ പ്ലേസ് പോലെ പുറത്ത് ഇങ്ങനെ കാണപ്പെടുമെങ്കിലും അതിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? ഡസും, ശ്രദ്ധിക്കണേ, ഡസ് എന്ന ഓക്സിലറി വെർബും പ്ലേ എന്ന മെയിൻ വെർബും കൂടിച്ചേർന്നാണ് പ്ലേസ് ആയി മാറുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ പ്ലേസിന്റെ ഉള്ളിൽ ആരുണ്ട്? ഡസ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓക്സിലറി വെർബ് കിട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? അതിനടുത്ത് സബ്ജക്റ്റിന്റെ മുമ്പിൽ ഇട്ടാ മതി. അപ്പൊ ചോദ്യം ചോദിക്കാൻ, അവൾ കളിക്കുന്നുണ്ടോ, ഫുട്ബോൾ കളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ എന്ത് വേണം? Does she play football? ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഇനിയിപ്പോ ഇത് പ്ലേ എന്ന് മാത്രമായിരുന്നെങ്കിലോ, എസ് ചേരാത്ത അവസ്ഥ, ക്രിയയുടെ പ്ലൂരൽ ഫോം ആണെങ്കിൽ, എസും എസും ചേരാത്ത ക്രിയയുടെ ഫോമിനെ പ്ലൂരൽ ഫോം എന്നാട്ടോ വിളിക്കുന്നത്, പ്ലേ. പ്ലേയുടെ ഉള്ളിൽ നിന്ന് ആരെ പുറത്തെടുക്കാം? പ്ലേയുടെ ഉള്ളിലും ആളുണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ പ്ലേ എന്ന് പറയുന്നത് ഡു പ്ലസ് പ്ലേ ആണ്. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഡു പ്ലസ് പ്ലേ ആണ് പ്ലേ ആയി മാറുന്നത്. അപ്പൊ ഡു ഉണ്ടെന്ന് മനസ്സിലായി അതിന്റെ ഉള്ളിൽ. അദ്ദേഹത്തെ വലിച്ചിങ്ങ് പുറത്തെടുക്കാന്നേ. ഡൂവിനെ വലിച്ച് പുറത്തിട്ട് സബ്ജക്റ്റിന്റെ മുമ്പിൽ ഇടണം. സബ്ജക്റ്റ് ദേ ആണ്. ഡു ദേ പ്ലേ ക്രിക്കറ്റ്? അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? അവർ കളിക്കാറുണ്ടോ എന്നാണ്. ഇനി അടുത്തത് ഹി പ്ലേഡ് ക്രിക്കറ്റ്. അവിടെയും ഓക്സിലറി വെർബ് ഇല്ല, പക്ഷെ ഉള്ളിലുണ്ട്. പ്ലേഡ് ക്രിയ അതിന്റെ V2 രൂപത്തിലാണെങ്കിൽ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, ക്രിയ അതിന്റെ V2 രൂപത്തിലാണെങ്കിൽ അതിന്റെ ഉള്ളിൽ എപ്പോഴും ആരുടെ സാന്നിധ്യം ഉണ്ടാകും? ഡിഡ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബിന്റെ സാന്നിധ്യം ഉണ്ടാകും. എപ്പോ? ക്രിയ അതിന്റെ V2 രൂപത്തിലാണെങ്കിൽ, സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ. ഇത് യഥാർത്ഥത്തിൽ പ്ലേഡ് എന്ന് പറയുമെങ്കിലും ഉള്ളിൽ ഇത് ഡിഡ് പ്ലസ് പ്ലേ ആണ്. ഡിഡ് പ്ലസ് പ്ലേ ആണ് പ്ലേഡ് ആയി മാറുന്നത്. അപ്പൊ നമ്മൾ ഈ ഡിഡിനെ ഇങ്ങ് വലിച്ചിങ്ങെടുത്ത് ആ ഒരു കൂട്ടത്തിൽ നിന്ന് ഡിഡിനെ പുറത്തെടുത്ത് സബ്ജക്റ്റ് എഴുതി, പിന്നെ വീണ്ടും അവിടെ പ്ലേഡ് എന്ന് എഴുതണ്ട. ചില ആൾക്കാർ എന്നാ ചെയ്യുമെന്നറിയോ? ഈ ഡിഡ് പുറത്തെടുത്തതിന് ശേഷം സബ്ജക്റ്റിന് ശേഷം വീണ്ടും കൊണ്ട് പ്ലേഡ് അല്ലെങ്കിൽ ക്രിയയുടെ V3 ഫോം തന്നെ അല്ലെ V2 ഫോം തന്നെ അങ്ങ് എഴുതി വെക്കും. അത് പാടില്ലെന്നേ. ഈ ഡിഡും അതിന്റെ ബേസ് ഫോമും ചേരുമ്പോ മാത്രമേ പ്ലേഡ് ആയി മാറുന്നുള്ളൂ. വൺസ് നമ്മൾ ഈ ഡിഡിനെ ഈ കൂട്ടത്തിൽ നിന്ന് പുറത്തെടുത്താല് പിന്നെ പ്ലേഡ് എന്ന് പറഞ്ഞ വെർബ് ഫോമിന് അടിസ്ഥാനമില്ല, എക്സിസ്റ്റൻസ് ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഡസന്റ് എക്സിസ്റ്റ്. ബിക്കോസ് ഡിഡ് ചേരുമ്പോ മാത്രമേ പ്ലേഡ് ആയി മാറത്തുള്ളൂ. ഡിഡിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വെറും പ്ലേ മാത്രമേ ഉള്ളൂ. അപ്പൊ ഡിഡ് ഹി പ്ലേ എന്ന് മാത്രം മതി. ഡിഡ് ഹി പ്ലേ ക്രിക്കറ്റ്? അവൻ ക്രിക്കറ്റ് കളിച്ചിരുന്നോ? അപ്പൊ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ക്രിയയുടെ കൂടെ എസ് അല്ലെങ്കിൽ ES ചേർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഡസിനെ പുറത്തെടുക്കാം. ഇനി ക്രിയയുടെ കൂടെ എസും ESഉം ചേരുന്നില്ല, അതിന്റെ പ്ലൂരൽ ഫോം, അതായത് ഒന്നും ചേരാത്ത ആ ഒരു ഫോം തന്നെയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഡു ഉണ്ടാകും. ഡൂവിനെ വലിച്ചു ചാടിച്ച് പുറത്തെടുക്കാം. ഇനി ക്രിയ അതിന്റെ V2 രൂപത്തിലാണെങ്കിൽ എപ്പോഴും അതിന്റെ ഉള്ളിൽ ആരുണ്ടാകും? ആരുടെ പ്രസൻസ് ഉണ്ടാകും? ഡിഡിന്റെ പ്രസൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാക്കാൻ ഡിഡിനെ ആശ്രയിക്കാം. മനസ്സിലായോ? സമ്മറൈസ് ചെയ്തപ്പോ കാര്യങ്ങൾ മനസ്സിലായോ? ഇവിടെയും നേരത്തെ മൂന്നാമത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പ്ലേസിന്റെ അവിടെയും. പല ആൾക്കാരും ഈ ഡസിനെ പുറത്തെടുത്തതിന് ശേഷം വീണ്ടും ചോദ്യ രൂപത്തിൽ പ്ലേസ് ആവർത്തിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് റോങ്. അങ്ങനെ ആവർത്തിക്കരുത്. കാരണം ഈ പ്ലേസ് ആയി മാറുന്നത് എപ്പോഴാണെന്നറിയോ? അത് ഈ ഡസും പ്ലേയും ചേർന്നിരിക്കുമ്പോൾ മാത്രമേ ഈ പ്ലേസ് ആയി മാറുന്നുള്ളൂ. ഇവ രണ്ടുണ്ടെങ്കിൽ മാത്രമേ അതിങ്ങനെ ആ ഒരു ഫോമില് കാണപ്പെടുകയുള്ളൂ. ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഈ ഡസിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടെ പ്ലേസ് എന്ന് പറഞ്ഞ സാധനത്തിന് എക്സിസ്റ്റൻസ് ഇല്ല. ദർ ഇസ് ഓൺലി പ്ലേ. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഡസിനെയും കട്ട് ചെയ്താല് ഇവിടെ ആരേ ഉള്ളൂ? ആ കൂട്ടത്തിൽ ആരേ ഉള്ളൂ? പ്ലേ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തെ മാത്രം പരിഗണിച്ചാൽ മതി പിന്നീട് എഴുതുമ്പോൾ, വൺസ് പുറത്തെടുത്ത് എഴുതുമ്പോൾ. ഓക്കെ, ഈ ഒരു അടിസ്ഥാനപരമായ കാര്യം പലരും
വീഴ്ചകൾ വരുത്തുന്നുണ്ട്, പല തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ഉപയോഗം, ഒരു കാര്യമല്ല നെഗറ്റീവായിട്ട്, ഒരു കാര്യമല്ല ഇതല്ല എന്നൊക്കെ പറയാൻ, ഒരിക്കലും അല്ല എന്നൊക്കെ പറയാൻ വേണ്ടി, അഥവാ നെഗറ്റീവ്സ് ആക്കാൻ വേണ്ടി ആരുടെ സഹായം വേണം? ഓക്സിലറി വെർബിന്റെ സഹായം വേണം. കാരണം ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്നത് ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് എന്ന വാക്ക് ചേർത്തിട്ടാണ്. ഒരു ജനറൽ സ്ട്രക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, ശേഷം ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് മെയിൻ വെർബ്. ഇതാണ് ഒരു ജനറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഒരു സെന്റൻസിന് നെഗറ്റീവ് ആക്കണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ജനറൽ സ്ട്രക്ചർ ആണ്. ടെൻസിനനുസരിച്ചും മറ്റു കാര്യങ്ങൾക്കനുസരിച്ചും ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിനകത്ത് വരും. ഇതൊരു ജനറൽ സ്ട്രക്ചർ പറഞ്ഞു എന്ന് മാത്രം. കണ്ടോ, അവൾ വർക്ക് ചെയ്യുന്നു എന്നതിനെ ഷീ വർക്ക്സ് എന്നാണ് പറയാ. ഷീ വർക്ക്സ്. ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഷീ വർക്ക്സ്, അവൾ വർക്ക് ചെയ്യുന്നു. ഇനി ഡസ് ഷീ വർക്ക് എന്ന് പറയുന്നതിന്റെ ചോദ്യരൂപമാണ്. അവൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വരും. ഡസ് ഷീ വർക്ക്. ഇനി അത് അവൾ വർക്ക് ചെയ്യുന്നില്ല എന്നർത്ഥം വരുന്ന നെഗറ്റീവ് ഉണ്ടാക്കാനും ഈ ഓക്സിലറി വെർബ് വേണം. നെഗറ്റീവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ഷീ ഡസ് നോട്ട്, പിന്നെ വീണ്ടും വർക്ക്സ് എന്ന് വേണ്ട, വർക്ക് എന്ന് മാത്രം മതി കേട്ടോ. ഡസിന് ഓൾറെഡി നമ്മൾ പുറത്തെടുത്തു. കണ്ടോ, നെഗറ്റീവ് ആണ്, ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നെഗറ്റീവും ക്വസ്റ്റ്യനും ഉണ്ടാക്കാൻ ഓക്സിലറി വെർബ് വേണം. അതേപോലെ ഒരു സിമ്പിൾ പാസ്റ്റ് ആണെന്നിരിക്കട്ടെ. ഐ വിസിറ്റഡ് എന്നായിരുന്നെങ്കിൽ, ഞാൻ വിസിറ്റ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡ് നോട്ട് വിസിറ്റ് എന്നാവും കേട്ടോ. ഐ ഡിഡ് നോട്ട് വിസിറ്റ്. ഐ വിസിറ്റഡ്, ഞാൻ സന്ദർശിച്ചു. ഇനി ഞാൻ സന്ദർശിച്ചില്ല എന്ന് പറയുന്ന സന്ദർഭങ്ങളിൽ ഐ ഡിഡ് നോട്ട്, പിന്നെ വീണ്ടും വിസിറ്റഡ് എന്ന് എഴുതരുത്. ഡിഡിനെ നമ്മൾ ഓൾറെഡി പുറത്തെടുത്തു, നേരത്തെ പറഞ്ഞ കാര്യം. പിന്നെ വീണ്ടും വിസിറ്റഡ് എക്സിസ്റ്റൻസ് ഇല്ല. ഐ ഡിഡ് നോട്ട് വിസിറ്റ് എന്ന് മാത്രം മതി കേട്ടോ. ഞാൻ സന്ദർശിച്ചില്ല എന്ന അർത്ഥമാകും. നെഗറ്റീവ് ഉണ്ടാക്കാനും ചോദ്യം ഉണ്ടാക്കാനും ഒക്കെ വേണം. നാലാമത്തെ ഉപയോഗം, ഒരു കാര്യത്തെ, ഒരു സെന്റൻസിനെ ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റാനും ആരുടെ സഹായം വേണം? ഓക്സിലറി വെർബിന്റെ സഹായം വേണം. ആക്റ്റീവും പാസീവും എന്താ, നമുക്ക് അതിനൊരു സെപ്പറേറ്റ് ക്ലാസ് പോകാം. ഓക്കെ, അതിന് തൊട്ട് മുമ്പ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു കാര്യം നേരായി പറയുന്നതിനെ ആക്റ്റീവ് സെന്റൻസ് എന്ന് പറയും. ആ സെയിം കാര്യത്തെ നേരെ തലതിരിച്ച് പറയുന്നതിനെ പാസീവ് എന്ന് പറയും. ഉദാഹരണം, ഞാൻ ഒരു പാമ്പിനെ തല്ലിക്കൊന്നു. അവിടെ എല്ലാ കാര്യങ്ങളും സ്ട്രെയിറ്റ് ആയിട്ടാ പറയുന്നത്. പ്രവൃത്തി ചെയ്യുന്ന ആള് ഞാനാണ്, ഞാൻ ചെയ്തു എന്നാ പറയുന്നത്. ഞാനൊരു പാമ്പിനെ തല്ലിക്കൊന്നു. ഇറ്റ് ഈസ് വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് സെന്റൻസ്. ഇനി ഈ കാര്യത്തെ എനിക്ക് വേണമെങ്കിൽ തലതിരിച്ച് പറഞ്ഞൂടെ? ഞാൻ ഇങ്ങനെ പറയാണ്, ഒരു പാമ്പ് ഞാനാൽ കൊല്ലപ്പെട്ടു. അർത്ഥം മാറുന്നുണ്ടോ? അർത്ഥവ്യത്യാസം വരുന്നില്ല, പക്ഷേ ആ ടോണും സ്ട്രക്ചറും ആകപ്പാടെ അങ്ങ് മാറി അല്ലെ? തലതിരിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു പാമ്പ് ഞാനാൽ കൊല്ലപ്പെട്ടു. അവിടെ ആ പാമ്പിന് പ്രാധാന്യം വരുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംസാരങ്ങളെയാണ് പാസീവ് വോയിസ് എന്ന് പറയാം. അപ്പൊ ഒരു സെന്റൻസിനെ ഏത് ടെൻസും ആയിക്കോട്ടെ, ഏത് ടെൻസിൽ പെടുന്ന ഒരു നേരായിട്ട് കിടക്കുന്ന ഒരു സെന്റൻസിനെ പാസീവിൽ തലതിരിച്ച് പറയണമെങ്കിൽ ആരുടെ സഹായം വേണം? ഈ ഓക്സിലറി വെർബ്സിന്റെ സഹായം വേണം. ഞാൻ ഇവിടെ ഒന്ന് രണ്ട് ടെൻസുകളുടെ ഒരു കോമൺ സ്ട്രക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ദ ബുക്ക് ഈസ് റെഡ് ബൈ മെനി പീപ്പിൾ. ധാരാളം ആൾക്കാരാൽ ഈ ബുക്ക് വായിക്കപ്പെടുന്നു. ദ ബുക്ക് ഈസ് റെഡ് ബൈ മെനി പീപ്പിൾ. ഈ സിമ്പിൾ പ്രസന്റിലുള്ള സെന്റൻസുകളെ പാസീവിലേക്ക് മാറ്റുമ്പോ അവിടെ ആദ്യം സബ്ജക്ട് എഴുതണം, പിന്നീട് ആം, ഈസ്, ആർ, ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഈ ബുക്കിന് ശേഷം പാസീവിൽ പറയാൻ ഈസ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലസ് V3, പിന്നെ പ്ലസ് ബൈ പ്ലസ് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അതും കൂടി എഴുതിയാൽ അതിന്റെ പാസീവായി. ഇതുപോലെ ഓരോ ടെൻസുകളിലെ സെന്റൻസുകളെയും പാസീവിലേക്ക് മാറ്റാൻ അതാത് ടെൻസുകളുമായിട്ട് ബന്ധപ്പെട്ട ഓക്സിലറി വെർബ് നിർബന്ധപൂർവ്വം പാസീവിൽ ഉപയോഗിച്ചിരിക്കണം എന്ന് മനസ്സിലാക്കുക. അപ്പം ഈ പാസീവ് പഠിക്കാനും ഈ ഓക്സിലറി വെർബ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വളരെ വിശദമായിട്ട് പിന്നീട് ഒരു ക്ലാസ്സിൽ പറയാം. നമുക്ക് അതിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ടല്ലോ ഇനി. അതുകൊണ്ട് ഈ ഒരു ഭാഗം ഒന്ന് ആലോചിച്ച് വെക്കുക. 4 ഉപയോഗങ്ങളാണെന്ന് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതാണ്
ഓക്സിലറി വേർബ്സ്, ഈ പ്രൈമറി ഓക്സിലറി വേർബ്സിന്റെ ഉപയോഗമാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത്, പ്രൈമറി ഓക്സിലറീസിന്റെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മോഡൽ ഓക്സിലറീസ് ആണ്. അതായത് ഓക്സിലറി വേർബ്സിനെ തന്നെ ചില വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അതിലെ രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ള മോഡൽ വേർബ്സ് നമുക്ക് നോക്കാം ആരൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, യെസ്, കോമൺ മോഡൽ വേർബ്സ് ഒരു 5-8 ആൾക്കാരോടുണ്ട്. നമുക്ക് ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, കോമൺ മോഡൽ വേർബ്സ് കേട്ടോ. ഈ മോഡൽ വേർബ്സ് പഠിക്കുന്നതിന് ഏറ്റവും മുന്നേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മോഡൽ വേർബിന് ശേഷം എപ്പോഴും ഒരു ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. എന്താ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ? ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻഫിനിറ്റീവ് നോക്കാം. ഇൻഫിനിറ്റീവ് എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ വെർബിന്റെ ബേസ് ഫോമിനോട് ടു ചേർന്നിരിക്കുന്ന ആ ഫോമിനെയാണ് ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കുന്നത്. അപ്പം ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാലോ ടു ചേരാത്ത വെർബിന്റെ ഫോംസ് V1, ടു ചേരാത്ത വെർബിന്റെ ഫോം. ഇപ്പൊ ടു റീഡ് എന്നത് ബെയർ ഇൻഫിനിറ്റ് ആവുമ്പോൾ റീഡ് മാത്രമേ ആവത്തുള്ളൂ. ഓക്കെ, ഒരു മോഡൽ വെർബ് ഉപയോഗിക്കുമ്പോ എല്ലായ്പ്പോഴും അവിടെ ഇൻഫിനിറ്റീവ് അല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണം, എനിക്ക് ജയിക്കാൻ കഴിയും, ഐ ക്യാൻ ടു വിൻ എന്ന് പറയണോ? ഐ ക്യാൻ ടു വിൻ എന്ന് പറഞ്ഞാൽ സെന്റൻസ് ശരിയാകുമോ? ഒരിക്കലും ആവില്ല, കാരണം അത് തെറ്റാണ്. ടു വിൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ പിന്നെ ഇൻഫിനിറ്റീവ് അല്ല, ടു ഇല്ലാത്ത ഫോം ആയിട്ടുള്ള ബെയർ ഇൻഫിനിറ്റീവ്, അത് പ്രകാരം വിന്ന് മാത്രമാണ് വരിക എന്ന് മനസ്സിലാക്കുക. ഈ ഒരു കാര്യം മനസ്സിൽ ഉണ്ടാവണം കേട്ടോ, അത് പഠിക്കുന്ന ആ സമയത്തിലുടനീളം. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ക്യാനിനെയാണ്. ക്യാൻ അല്ലെ, നമുക്ക് ഏറ്റവും എളുപ്പമുള്ള അതിൽ നിന്ന് തുടങ്ങാം. ക്യാൻ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ യൂസേജ് നോക്കിക്കേ. എബിലിറ്റി, കഴിവിനെ കാണിക്കാനും പെർമിഷൻ ചോദിക്കാനും പെർമിഷൻ കൊടുക്കാനും അതേപോലെ സാധ്യതകളെ കുറിച്ച് സാധ്യതകളെ കുറിച്ച് സംസാരിക്കാനുമാണ് ക്യാൻ എന്ന മോഡൽ വെർബിനെ നമ്മൾ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, എബിലിറ്റിയെ സൂചിപ്പിക്കാൻ എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയും. വർത്തമാന കാലത്തിൽ ഇപ്പോ എനിക്കൊരു കാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, ഞാൻ ഏബിൾ ആണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഐ ക്യാൻ എന്ന് പറയാം. നോക്കിയേ, ഷീ ക്യാൻ സ്പീക്ക് 3 languages. അവൾക്ക് 3 ഭാഷ സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. യു ക്യാൻ റൈറ്റ് ഇംഗ്ലീഷ്, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് പെർമിഷൻ ചോദിക്കും. ഇപ്പൊ ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് വല്ല നേച്ചേഴ്സ് കോൾ അറ്റൻഡ് ചെയ്യുക, അതായത് വല്ല ശംഖകൾ എന്നാണ് പറയാ, വല്ല ശംഖയും വന്നാൽ നമ്മൾ ടീച്ചറോട് എന്താ പറയാ? ടീച്ചർ, can I go to the bathroom? അല്ല, അങ്ങനെയല്ലേ പറയാം. ഞാനൊന്ന് പൊയ്ക്കോട്ടെ, അല്ലെ can I come in? ഞാനൊന്ന് കടന്നു വന്നോട്ടെ. അല്ലെ, സാധാരണ പെർമിഷൻ എങ്ങനെയാണ് ചോദിക്കുക? ക്യാൻ ഉപയോഗിച്ച് ചോദിക്കാം. ഇനി അതിന് എങ്ങനെ ഉത്തരം വരിക? ഇനിയിപ്പോ നിങ്ങൾക്ക് പോകാനുള്ള അനുവാദം കിട്ടിയെങ്കിൽ ടീച്ചർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? യെസ് യു ക്യാൻ, അല്ലെ യു ക്യാൻ ഗോ, 2 രീതിയിൽ പറയാം. ഇനി നിനക്ക് അത് അനുവാദം ഇല്ലെങ്കിൽ എന്ത് പറയും? നോ, you cannot go to the bathroom right now because I'm teaching a serious topic right now. ഞാനിപ്പോ നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത്, അപ്പൊ നിനക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല എന്നാണെ പറ്റില്ല, ആണെന്നാണെങ്കിൽ ആണ്. അങ്ങനെ കൊടുക്കാനും ക്യാൻ ഉപയോഗിക്കാം കേട്ടോ. ഇനി സാധ്യതകളെ കുറിച്ച് സംസാരിക്കാൻ, ഇന്നത്തെ ഒരു കാലാവസ്ഥ ഇങ്ങനെ ഞാൻ മുകളിലേക്ക് നോക്കുമ്പോൾ കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഒരു മഴ പെയ്യാനുള്ള ഒരു ചാൻസ് ഒക്കെ കാണുന്നുണ്ട് ഇന്ന് രാത്രി. അപ്പൊ ഞാൻ പറയാണ്, ഇറ്റ് ക്യാൻ റെയിൻ ടുനൈറ്റ്. എനിക്കൊരു 50% സാധ്യത തോന്നുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ ക്യാൻ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യാം എന്ന് പഠിക്കുക. ഓക്കെ, ഇതാണ് ക്യാനിന്റെ ഉപയോഗം. ഇനി ക്യാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഭൂരിഭാഗം ആൾക്കാരും മറന്നു പോകുന്ന അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ചെറിയ ഏരിയ ഉണ്ട്. ആ ഏരിയയും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ക്യാൻ. ഓക്കെ, പലപ്പോഴും ഈ പല ആൾക്കാരും എന്ത് ചെയ്യുന്നറിയോ? ഈ ഏബിൾ ടു എന്ന് പറഞ്ഞ വാക്കിനെയും ക്യാനിനെയും ചിലപ്പോൾ ഒരു സെന്റൻസിൽ തന്നെ അങ്ങ് പ്രയോഗിച്ച് കളയും. അത് തെറ്റാണ്. കാരണം അതെന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഈ ഏബിൾ ടു എന്ന് പറഞ്ഞാലും ക്യാൻ എന്ന് പറഞ്ഞാലും രണ്ടിനും സെയിം അർത്ഥം. കഴിവുണ്ട്, ഏബിൾഡ് ആണെന്ന് തന്നെയാണ് രണ്ടിന്റെയും അർത്ഥം.
രണ്ടിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ പോരെ? നമ്മൾ രണ്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. രണ്ട് ഉപയോഗിച്ചാൽ അത് റിഡൻഡന്റ് ആയി മാറും. ഇനി അഥവാ അങ്ങനെ മറ്റൊരു വാക്കി പറഞ്ഞാൽ സൂപ്പർഫ്ലൂവസ് ആയി മാറും. അതിന്റെ ആവശ്യമില്ല കേട്ടോ. They should not be used together in a sentence. ഒരിക്കലും ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. നോക്കിയേ, ഇവിടെ ചിലരിങ്ങനെ എഴുതാറുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലരും ഇങ്ങനെ എഴുതുന്നത്. I cannot be able to come tomorrow. നാളെ എനിക്ക് വരാൻ കഴിയില്ല എന്നാണ് ചങ്ങാതി ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹം ചെയ്തത് I cannot be able. ഇവിടെ ക്യാനും ഉണ്ട്, എന്താണ് പറയാ, ഏബിളും ഉണ്ട്. അതിനെ വേണമെങ്കിൽ എനിക്ക് വരാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. കാരണം ഒരിക്കലും ഇത് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കത്തില്ല. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ ഇങ്ങനെ പറയാം, I can come tomorrow. എനിക്ക് വരാൻ കഴിയും എന്നിങ്ങനെയും പറയാം. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന പോലെ ഏബിൾ മാത്രം, I will be able to come tomorrow. എനിക്ക് നാളെ വരാൻ സാധിക്കും എന്നർത്ഥത്തിൽ ഏബിൾ ടു വെച്ചിട്ടും സംസാരിക്കാം. ഈ രണ്ട് രീതി മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതുകൊണ്ട് രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരു സെന്റൻസിൽ എഴുതരുത് എന്ന് മനസ്സിലാക്കുക. സിൻസ് ബോത്ത് മീൻ ദ സെയിം തിങ്, they should not be used together. നമ്മളെപ്പോഴും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അതിൻ്റെതായിട്ടുള്ള ശ്രദ്ധ പുലർത്തി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത മോഡൽ വെർബ് കുഡ്. ആരാ? കുഡ്. ഇത് ഒരു എന്താണ് പറയാ, ക്യാനിന്റെ ഒരു പിതൃസ്ഥാനത്ത് വരുന്ന ഒരാളാണ് കേട്ടോ. ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ്. അതിനാൽ തന്നെ വ്യക്തമാണ് ക്യാൻ ഇപ്പം ഉള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ കുഡ് സൂചിപ്പിക്കുന്നത് ഭൂതകാലത്തെ കഴിവിനാണ്. നിങ്ങൾക്ക് പണ്ട് കാലത്തെ ഏതെങ്കിലും ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നഷ്ടപ്പെട്ടു പോയ, എന്നാൽ ഭൂതകാലത്ത് നിങ്ങൾക്ക് ഒരുപാട് വേണ്ടുവോളം ഉണ്ടായിരുന്ന ഒരു കഴിവ്, ആ കഴിവിനെ പറ്റി സംസാരിക്കാൻ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? കുഡ് ഉപയോഗിക്കാം. അതേപോലെ പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ്, ഭവ്യതയോടുകൂടി ഒരാളോട് ഒരു കാര്യം നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെയും കുഡിന്റെ സഹായം തേടാം. മൂന്നാമത്തത് സാധ്യതകൾ. നേരത്തെ ക്യാനിന്റെ അതേപോലെ പറഞ്ഞ പോലെ കുറച്ചും കൂടി കുറഞ്ഞൊരു സാധ്യതയാണെങ്കിൽ, ക്യാനിനെക്കാളും കുറഞ്ഞൊരു സാധ്യതയാണെങ്കിൽ കുഡ് ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുക. നോക്കിയേ, I could sing very well. എനിക്ക് നന്നായി പാടാൻ കഴിഞ്ഞു അല്ലെങ്കിൽ കഴിവുണ്ടെന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതുപോലെ നോക്കിയേ, he could play the piano when he was young. എപ്പോഴാണ്? when he was young. അവൻ ചെറുപ്പമായിരുന്നപ്പോ അവന് പിയാനോ വായിക്കാൻ പറ്റുമായിരുന്നു. is he able to do it right now? ഇപ്പൊ അവന് ചെയ്യാൻ പറ്റുമോ? നോട്ട് നെസസറിലി. ഇപ്പൊ ചെയ്യാനാവോന്ന് അറിയില്ല. ബട്ട് ഭൂതകാലത്തിൽ അവൻ ആ ഒരു കഴിവുണ്ടായിരുന്നു. അവൻ ചെറുപ്പമായിരുന്നപ്പോ അവൻ എന്ത് വായിക്കുമായിരുന്നു? പിയാനോ വായിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഭൂതകാലത്തെ എബിലിറ്റിയെ സൂചിപ്പിക്കാനാണ് അവിടെ കുഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഉള്ള എബിലിറ്റി ആണെങ്കിൽ ക്യാൻ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ പൊളൈറ്റ് റിക്വസ്റ്റ്, കുഡ് യു പ്ലീസ് ഹെൽപ് മീ? എന്നെ ഒന്ന് സഹായിക്കാമോ? ഒരുപാട് ഭവ്യതയോടെ കാര്യം പറയുമ്പോ കേട്ടോ, അപ്പൊ കുഡ് ഉപയോഗിക്കാം. പൊളൈറ്റ് ആയിട്ട്, ഭയങ്കര പൊളൈറ്റ് ആയിട്ട്. പിന്നെ ക്യാനിനെക്കാളും സാധ്യത കുറവാണെങ്കിൽ കുഡ് ഉപയോഗിക്കാം. ഇറ്റ് കുഡ് റെയിൻ ടുമോറോ. ഇന്നത്തെ ഒരു അവസ്ഥയൊക്കെ വെച്ചിട്ട് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, എന്നാലും ഞാൻ അതിന്റെ ഒരു അന്തരീക്ഷത്തിന്റെ അതിന്റെ ഒരു സ്വഭാവമൊക്കെ മനസ്സിലാക്കിയപ്പോ എനിക്ക് തോന്നി നാളെ മഴ പെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ എനിക്ക് എന്താ പറയാ? ഇറ്റ് കുഡ് റെയിൻ ടുമോറോ. ഓക്കെ, ഇതാണ് കുഡിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. ഓക്കെ, അടുത്തത് ഷുഡ്. ഷുഡ് ആ വാക്കിൽ അല്ല, കേൾക്കുമ്പോൾ തന്നെ ഒരു ഇതുണ്ടല്ലേ, ഷുഡ്. ഒരു കടുപ്പമുണ്ട്, അല്ല ഒരു ആജ്ഞ പോലെ തോന്നുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ അഡ്വൈസ് കൊടുക്കാൻ, ഉപദേശം കൊടുക്കാനും, സജഷൻ ഒരു നിർദ്ദേശം കൊടുക്കാനും, കർത്തവ്യത്തെ കുറിച്ച് പറയാനും, നീ അത് ചെയ്യണം, ചെയ്തിരിക്കണം എന്നൊക്കെ പറയാനും ആ സാഹചര്യങ്ങളിലൊക്കെയാണ് ഷുഡ് ഉപയോഗിക്കുന്നത്. യു ഷുഡ് സീ എ ഡോക്ടർ. അവനാകെ, എൻ്റെ സുഹൃത്തിനെ വളരെ കാലങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടുമുട്ടുകയാണ്, ആകെ മെലിഞ്ഞ്, എന്താ പറയാ, എന്തോ ഒരു രോഗാവസ്ഥ ഉള്ളത് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്രയും മെലിഞ്ഞു. അപ്പൊ ഞാൻ അവനോട് പറയാണ്, ഒരു ഉപദേശം എന്ന വണ്ണം ഷുഡ് ഉപയോഗിച്ച് ഞാൻ അവനോട് പറയാണ്, യു ഷുഡ് സീ എ ഡോക്ടർ. നീ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിരിക്കണം. യു ഷുഡ് സ്റ്റഡി ഇംഗ്ലീഷ്. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസ് ആണ്. യു ഷുഡ് സ്റ്റഡി ഇംഗ്ലീഷ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. ഇനി അത് ഒബ്ലിഗേഷൻ, കർത്തവ്യത്തെ കുറിച്ച് പറയാനും ഉപയോഗിക്കാം. ഒരു കടമ, നീ അത് ചെയ്യണം. We should follow the rules.
നമ്മള് നിയമങ്ങൾ പാലിക്കണം, മറ്റൊരു വഴിയില്ല. അതേപോലെ സജഷൻ കൊടുക്കുക. He should try to exercise more. ഒരു ജിമ്മിലൊക്കെ ആദ്യ ദിവസമൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരം നന്നാക്കിയില്ലെങ്കിലും ചുറ്റുമുള്ളവന്റെ ശരീരത്തിൽ എവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നു, ഏതൊക്കെ ഭാഗത്ത് മസിൽ കുറവുണ്ട്, എന്തൊക്കെ ചെയ്യുന്നതിൽ എന്തൊക്കെ തെറ്റുണ്ടെന്ന് കാണിക്കാൻ ഭയങ്കര ഉത്സാഹമാണ് അല്ലെ. എന്താ പറയുക, he should try to exercise more. എന്നെക്കാളും ഒരു പക്ഷെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും, പക്ഷെ ഞാനിങ്ങനെ അത് കണ്ടിട്ട് പറയണോ, he should try to exercise more. അവൻ കുറച്ചും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. It's a suggestion. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ആരെ ഉപയോഗിക്കാം? ഷുഡിനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഷുഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെ നമ്മൾ ഒരു പുതിയൊരു കാര്യം, ഒരു കൺജങ്ഷൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നമ്മൾ ഈ സെന്റൻസുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നില്ലേ? ഇപ്പം ആൻഡ്, ബട്ട്, ഇതൊക്കെ കൺജങ്ഷൻസ് ആണ്. അതുപോലെ ഒരു കൺജങ്ഷൻ ആണ് ലെസ്റ്റ്. ഈ ലെസ്റ്റ് എന്തുകൊണ്ടാണ് ഷുഡിനോട് ചേർത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഈ ലെസ്റ്റിനും ഷുഡിനും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ഈ ലെസ്റ്റിന്റെ കൂടെ നമ്മൾ ഷുഡ് ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഷുഡിന്റെ കൂടെ പറഞ്ഞു പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് ലെസ്റ്റിന്റെ ഉപയോഗം എന്ന് നോക്കാം. ഓക്കെ, ദ യൂസ് ഓഫ് ലെസ്റ്റ്. ലെസ്റ്റ് എന്ന് പറഞ്ഞ കൺജങ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അതിന്റെ കൂടെ വായിച്ചേ. ലെസ്റ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് a negative purpose. ഒരു നെഗറ്റീവ് പർപ്പസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലെസ്റ്റ് എന്ന് പറഞ്ഞ കൺജങ്ഷൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. മീനിങ് ടു അവോയ്ഡ് ദ റിസ്ക് ഓഫ്. റിസ്ക് എടുക്കരുത്, റിസ്ക് ഒഴിവാക്കുക എന്ന അർത്ഥത്തിലാണ് ലെസ്റ്റ് ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടി വ്യക്തതയോടെ പറയുകയാണെങ്കിൽ മോശമായിട്ടുള്ള അത്ര ഫേവറബിൾ അല്ലാത്ത ഫലങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി മുൻകരുതൽ എടുക്കണം എന്ന് പറയുന്ന സെന്റൻസുകളിൽ ലെസ്റ്റ് ഉപയോഗിക്കാം. നീ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? പരീക്ഷയെ തോക്കാതിരിക്കാൻ പഠിക്കണം, നേരത്തെ പോയാല് സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നേരത്തെ ബസ് സ്റ്റാൻഡിൽ ചെല്ലണം, എന്നാലേ ബസ്സിന്റെ സീറ്റ് ഉള്ളപ്പം കയറി ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? ഒരു കാര്യം മോശമായിട്ടല്ല, അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നീ ഇത് ശ്രദ്ധിക്കണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ഉപയോഗിക്കാം? ലെസ്റ്റ് ഉപയോഗിക്കാം. ഈ ലെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാലേ, ഈ ലെസ്റ്റ് എന്തിനാ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോ കണ്ടു. ഒരു നെഗറ്റീവ് പർപ്പസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലെസ്റ്റ് ഓൾറെഡി ഒരു നെഗറ്റീവ് വേർഡാണ്. ആരാണ്? ഒരു നെഗറ്റീവ് വേർഡാണ്. അപ്പം ഒരിക്കലും ലെസ്റ്റ് അതിനാൽ തന്നെ ഒരു നെഗറ്റീവ് വേർഡ് ആയതുകൊണ്ട് we should not use the word not with lest. ലെസ്റ്റിന്റെ കൂടെ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? നോട്ട് എന്ന് പറഞ്ഞ ആഡ്വർബ് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അടുത്തത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ലെസ്റ്റിന്റെ കൂടെ ഒന്നെങ്കിൽ ഷുഡ് വരും, അല്ലെങ്കിൽ ക്രിയയുടെ ഒന്നാമത്തെ അഥവാ ബേസ് ഫോം നമ്മൾ പറയുന്ന ഒന്നാമത്തെ രൂപം വരും. ഒന്നെങ്കിൽ ഷുഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ V1 ഉപയോഗിക്കാം. അതാണ് ലെസ്റ്റിന് ശേഷം ഉപയോഗിക്കേണ്ടത്. V2 V3 അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നിങ്ങൾക്ക് അന്ന് തോന്നുകയാണ് വേറെ എന്തെങ്കിലും ഒരു കുഡോ മൈറ്റോ ഒക്കെ വെക്കാം. അങ്ങനെ ആവില്ല കേട്ടോ. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. He ran fast lest he should miss the train. അവൻ ശക്തിയായിട്ട് ഓടി. എന്തിനു വേണ്ടി? ട്രെയിൻ മിസ്സാകാതിരിക്കാൻ വേണ്ടി. കണ്ടോ നെഗറ്റീവ് പർപ്പസ്? കണ്ടോ നെഗറ്റീവ് പർപ്പസ്? ട്രെയിൻ മിസ്സാകാതിരിക്കാൻ വേണ്ടി ഓടിയെന്ന. അങ്ങനെ മിസ്സാകാതിരിക്കാൻ വേണ്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ലെസ്റ്റ് ഹി ഷുഡ് മിസ് ദ ട്രെയിൻ. ലെസ്റ്റിന്റെ കൂടെ ഷുഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്, മനസ്സിലാക്കുക. ടേക്ക് കെയർ. നീ സൂക്ഷിക്കുക, നീ ശ്രദ്ധ പുലർത്തുക. എന്തിനു വേണ്ടി? ലെസ്റ്റ് യു ഫോൾ. വീഴാതിരിക്കാൻ വേണ്ടി. ലെസ്റ്റ് യു ഫോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വീഴാതിരിക്കാൻ വേണ്ടി. അവിടെ ഞാൻ ക്രിയയുടെ ഒന്നാമത്തെ രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഷുഡ് ഉപയോഗിച്ചു, ഇവിടെ V1 ഉപയോഗിച്ചു. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് ടൈപ്പ് രണ്ടും കേട്ടോ. ഓക്കെ, they moved cautiously lest they make any noise. ഒരു ശബ്ദവും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? വളരെ ശ്രദ്ധാപൂർവം മുൻപോട്ട് നീങ്ങി. ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി എന്ന് പറയാൻ വേണ്ടിയിട്ട് lest they make any noise എന്നാണ്. ഇവിടെ താഴെയും ഷുഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരീക്ഷയെ തോക്കാതിരിക്കാൻ വേണ്ടി അവൾ നന്നായിട്ട് അധ്വാനിച്ചു. She worked hard. Lest she should
failed the exam. ഓക്കെ, അപ്പൊ ലെസ്റ്റിന്റെ ഉപയോഗം മനസ്സിലായോ? അതിന്റെ സന്ദർഭം മനസ്സിലായോ? ആരൊക്കെ അതിന്റെ കൂടെ വരുന്നതെന്ന് മനസ്സിലായി അല്ലേ? ഓക്കെ, അപ്പൊ ഷുഡിൽ നിന്ന് നമുക്ക് ഇനി അപ്പുറത്തെ ഏത് ഭാഗത്തേക്ക് ചാടാം? വുഡ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ് പഠിക്കാം കേട്ടോ. വുഡ് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു ഓക്സിലറി വെർബാണ്. ഈ പാസ്റ്റ്, വില്ലിന്റെ പാസ്റ്റ് ആണ് ആര്? വുഡ്. വില്ല് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബിന്റെ പാസ്റ്റിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് വുഡ് എന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ ഉപയോഗം എക്സ്പ്രസിംഗ് പാസ്റ്റ് റുട്ടീൻ ഓർ ഹാബിറ്റ്. നിങ്ങൾക്ക് ഭൂതകാലത്തിൽ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രവർത്തനം കാണിക്കാൻ വേണ്ടി അത് വുഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം. ഭൂതകാലത്തിൽ ഇന്നൊരു കാര്യം ഞാൻ ചെയ്യുമായിരുന്നു, അല്ലെ ഞാൻ പോകുമായിരുന്നു, ഞാൻ വാങ്ങിക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുന്ന സന്ദർഭങ്ങളിൽ അത് പറയാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? വുഡ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, when I was a kid, ഞാനൊരു കുട്ടിയായിരുന്നപ്പോ I would go to school by bus. ഞാൻ എന്റെ സ്കൂളിലേക്ക് ബസ്സിൽ പോകുമായിരുന്നു. നടന്നൊന്നല്ല പോകുന്നത്, ഞാൻ അല്പം മടിയനായതുകൊണ്ട് ഞാൻ ചെറുതായിരുന്നപ്പോ ഞാൻ എന്റെ സ്കൂളിലേക്ക് ബസ്സിൽ പോകുമായിരുന്നു. ഇപ്പൊ സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ വളർന്ന് വലുതായി, എനിക്ക് സ്കൂൾ ബസ്സിന്റെ ആവശ്യമില്ല, സ്കൂളിന്റെ ആവശ്യമില്ല, പോകേണ്ട ആവശ്യമില്ലല്ലോ. പണ്ട് ഞാൻ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമായിരുന്നു എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ വുഡ് ഉപയോഗിച്ചത്. എവ്രി സമ്മർ, എല്ലാ വേനൽക്കാലത്തും we would visit our grandparents. നമ്മുടെ മുത്തശ്ശിനെയും ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ എല്ലാ വേനലവധികളിലും അവരെ സന്ദർശിക്കുമായിരുന്നു. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ല, പക്ഷെ പലവിധ തിരക്കുകൾ കൊണ്ട് ഇപ്പൊ സംഭവിക്കുന്നില്ലായിരിക്കും. പക്ഷെ പണ്ട് കാലത്തെ ഇവര് സമ്മർ നമ്മൾ അങ്ങനെ പോകുമായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ ഉപയോഗം, നമ്മുടെ താല്പര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ എന്തുപയോഗിക്കാം? വുഡ് ഉപയോഗിക്കാം. നിങ്ങളുടെ എന്താണ് പറയുക, നിങ്ങൾക്കൊരാള് 2 ഓപ്ഷൻസ് തരികയാണ്. അങ്ങനെ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് സംസാരിക്കണം എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അത്തരം സന്ദർഭത്തിൽ ചൂസ് ചെയ്യാൻ വുഡ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രിഫറൻസ് അഥവാ ചോയ്സ് എക്സ്പ്രസ് ചെയ്യാൻ വുഡ് ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കുക. നോക്കിയേ, നിങ്ങൾക്ക് ടീ ഓർ കോഫി എന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തിരിച്ചു മറുപടി ആയിട്ട് പറയാം? I would take tea. ഞാൻ ചായ കുടിച്ചോളാം, ചായ അടിച്ചോ, എനിക്ക് വേണ്ടിയിട്ട് കുഴപ്പമില്ല, എനിക്ക് കാപ്പി അത്ര വലിയ താല്പര്യമില്ല. ഓക്കെ, യെസ്, I would rather take coffee. She would rather stay. റാദറിന്റെ കൂടെയും ഉപയോഗിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. വുഡ് പൊതുവെ അങ്ങനെ പ്രിഫറൻസ് കാണിക്കാൻ ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാലും ഭൂരിഭാഗം സന്ദർഭങ്ങളിലും വുഡിന്റെ കൂടെ, വുഡ് ഒറ്റയ്ക്കും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഭൂരിഭാഗം സന്ദർഭങ്ങളിലും വുഡിന്റെ കൂടെ അകമ്പടിയായിട്ട് ആരും ഉണ്ടാകും? റാദറും ഉണ്ടാകും, പ്രത്യേകിച്ച് പ്രിഫറൻസുകളെ പറ്റി പറയുന്ന സെന്റൻസുകളിൽ. ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ ഒരു കാര്യം നമുക്ക് സംസാരിക്കാനുള്ളത്, when comparing 2 options use than. ഈ വുഡ് റാദർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എയേക്കാൾ ഇഷ്ടം ബിയെ ആണ്, അല്ലെങ്കിൽ 2 ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒന്നിനേക്കാൾ കൂടുതൽ ഇഷ്ടം മറ്റൊന്നിനോടാണ് എന്ന് പറയുന്ന സന്ദർഭങ്ങളിൽ, ഇപ്പൊ ഏത് ഉപയോഗിച്ച് പറയുമ്പോഴാ? വുഡ് റാദർ ഉപയോഗിച്ച് ഈ 2 ഐറ്റംസിൽ ഏതെങ്കിലും ഒന്നിന് നിങ്ങൾക്ക് കുറച്ചും കൂടി താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോ ദാൻ എന്ന് പറഞ്ഞ വാക്കും കൂടി ചേർക്കാൻ മറന്നു പോകരുതേ കേട്ടോ. നോക്കിയേ, he would rather die than beg. ഒരുപാട് ആദർശമുള്ള ഏതോ ഒരാളാന്ന് തോന്നുന്നു, വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ആളാന്ന് തോന്നുന്നു. തെണ്ടുന്നതിലും ഭേദം മരിക്കുന്നതാണെന്ന് അദ്ദേഹം പറയുന്നത് അല്ലെ. അവൻ മരിക്കുന്നതാണ്, അവൻ തെണ്ടുന്നതിലും ഭേദം അവൻ മരിക്കുന്നതാണ്. അതാ സ്വന്തം കാര്യമല്ലല്ലോ പറഞ്ഞല്ലേ, വേറൊരാളുടെ കാര്യമാണ് പറഞ്ഞത്. അത്ര വലിയ ആദർശവാദി ഒന്നുമല്ല. he would rather die than beg. ഇവിടെ നമുക്ക് അവൻ തെണ്ടുന്നതാണ് ഭേദം, മരിക്കുന്നതാണ് ഭേദം തെണ്ടുന്നതിനേക്കാൾ. രണ്ടാമത്തെ സെന്റൻസ് നോക്കിയേ, I would rather walk than take a taxi. ഒരു ടാക്സി, വലിയൊരു പൈസക്ക് വലിയൊരു എമൗണ്ട് കൊടുത്തൊരു ടാക്സി വിളിക്കുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ താല്പര്യപ്പെടുന്നത് നടന്നു പോവാനാണ്. നമ്മുടെ ലൂസിഫറില് നമ്മുടെ
ലാലേട്ടൻ വന്നിങ്ങനെ കാറിൽ നിറങ്ങുമ്പോൾ കാറ് കടത്തി വിടാൻ പറ്റില്ല, അതിനിപ്പോ എന്താ നടന്നു പോവാലോ എന്ന് പറയുന്നൊരു ഡയലോഗ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ലേ? അതേപോലെ തന്നെ ടാക്സി വിളിക്കുന്നതിലും ഭേദം എനിക്കിഷ്ടം, അതിനേക്കാൾ എനിക്കിഷ്ടം നടന്നു പോകുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വുഡ് റാദർ എന്ന ശൈലിക്ക് ശേഷം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പറയുക, ശേഷം ദാൻ ഉപയോഗിച്ച് അതിനുശേഷം നമുക്ക് ഇഷ്ടം കുറവുള്ള കാര്യവും പറയാം. ഇഷ്ടം കൂടുതലുള്ള കാര്യം ആദ്യം വുഡ് റാദർ ഉപയോഗിച്ച് പറയുക, ഇഷ്ടം കുറച്ചൊരുപടി താഴെയുള്ള ഇഷ്ടം കുറവാണെങ്കിൽ ആ രണ്ടാമത്തെ കാര്യം ദാൻ ഉപയോഗിച്ചും പറയുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഏത് ക്രിയ ഉപയോഗിച്ചാണോ, അതിപ്പം വുഡ് റാദറിന് ശേഷം ഉപയോഗിച്ചാലും ഇനിയിപ്പോ ദാനിന് ശേഷം ഉപയോഗിച്ചാലും ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ബെയർ ഇൻഫിനിറ്റീവ് ആണ് എന്ന വസ്തുത കൂടി മനസ്സിലാക്കി വെക്കുക. വിത്തൗട്ട് ടു അല്ലെ, നിങ്ങൾക്ക് അവിടെ ടു വെച്ചിട്ടാണോ ദാൻ ടു ബെഗ് എന്നാണോ, അല്ലെ ദാൻ ടു ടേക്ക് എന്നാണോ ഞാൻ ഇവിടെ പറഞ്ഞത്? ദാൻ ടേക്ക് അല്ലെങ്കിൽ ദാൻ ബെഗ് എന്ന് മാത്രമേ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ കാരണം ഇതാണ്, ബെയർ ഇൻഫിനിറ്റീവ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇനി അടുത്തത് മൂന്നാമത്തത്, ഒരുപാട് പൊളൈറ്റ്നെസ്സോടെ ഒരു കാര്യം ആവശ്യപ്പെടണമെങ്കിലും നേരത്തെ വുഡിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സമാന സാഹചര്യങ്ങളിൽ വുഡും പ്രയോഗിക്കാം. നാലാമത്തെ ഉപയോഗം നമുക്ക് ഒരുപാട് ആവശ്യമുള്ള ഒരു ഉപയോഗമായിരിക്കും വുഡിന്റെ. ആഗ്രഹങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ, ആഗ്രഹങ്ങളെ തുറന്നു പറയാൻ നമുക്ക് വുഡിന്റെ കൂടെ ലൈക്ക് ചേർത്ത് വുഡ് ലൈക്ക് ഉപയോഗിക്കാം. വുഡ് ലൈക്ക് എന്ന് പറഞ്ഞ പ്രയോഗം, വുഡിന്റെ കൂടെ എന്ത് ചേർത്തു? ലൈക്ക് ചേർത്ത് അതിനെ ഒറ്റ പ്രയോഗമാക്കി മാറ്റി. അതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ ആഗ്രഹങ്ങൾ വെളിപ്പെടുത്താൻ. ഓ, ഞാൻ ഇന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ്. അപരിചിതരോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ആം ആൻ എക്സ്ട്രോവേർട്ട്. ഞാനൊരു എക്സ്ട്രോവേർട്ട് ആയി പോയി അല്ലെ, എനിക്ക് അപരിചിതരെ കാണുമ്പോൾ എപ്പോഴും മിണ്ടാൻ തോന്നും. ഷീ വുഡ് ലൈക്ക് ടു ലേൺ എ ന്യൂ ലാംഗ്വേജ്. ഒരു പുതിയ ഭാഷ പഠിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. അവിടെ ആഗ്രഹിക്കുന്നു എന്ന് അതേ അർത്ഥം കിട്ടാൻ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? വുഡ് ലൈക്ക് ആണ്. ഇതാണ് വുഡിന്റെ 4 ഉപയോഗങ്ങൾ. മറന്നു പോകരുതേ. ഓക്കെ, അടുത്തത് മൈറ്റ് ആണ്. തീരെ സാധ്യതയില്ലാത്ത കാര്യങ്ങളെയാണ് മൈറ്റ് ഉപയോഗിച്ച് പറയേണ്ടത്. ഉദാഹരണം, we might go to the beach this weekend. ഈ ഒരു വീക്കെൻഡിൽ ഒരു പക്ഷേ, ഉറപ്പൊന്നുമില്ല, സാധ്യത വളരെ കുറവാണ്, ധാരാളം തിരക്കുകളുള്ള ഒരു വീക്കാണ്, എന്നിരുന്നാൽ പോലും ചിലപ്പോ പോയേക്കാം എന്ന് പറയുന്ന സന്ദർഭങ്ങളിൽ മൈറ്റ് ഉപയോഗിക്കാം. മൈറ്റ്. ഓക്കെ, ഷീ മൈറ്റ് നോട്ട് ലൈക്ക് ദാറ്റ് മൂവി. അവൾക്ക് ആ മൂവി ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. മൈറ്റ് നോട്ട് എന്ന് കരുതി തീർത്തും പറയാനായിട്ടില്ല, സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മൈറ്റ് ഉപയോഗിക്കാം. മൈറ്റ് is used to show less certain possibility. Okay, so അടുത്തത് may. may എന്നല്ല, may. മേയുടെ ഉപയോഗം. മേയുടെ ഒന്നാമത്തെ ഉപയോഗം സാധ്യത കാണിക്കാൻ തന്നെയാണ്. may for possibility. Something could happen, commonly used in weather forecast. weather forecast എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ലേ? കാലാവസ്ഥാ പ്രവചനം. പ്രത്യേകിച്ച് ഈ ഭാവിയിൽ നടക്കാൻ സാധ്യതയില്ല, വലിയ സാധ്യതയൊന്നുമില്ല, എന്നാൽ സാധ്യതയുള്ള കാര്യങ്ങളെ മേ ഉപയോഗിച്ച് പറയാം. പ്രത്യേകിച്ച് കാലാവസ്ഥാ പ്രവചനങ്ങളുടെ കോണ്ടെക്സ്റ്റിലാണ് മേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് മേ റെയിൻ ടുനൈറ്റ്. ഇന്ന് മഴ പെയ്തേക്കാം. കണ്ടോ, കാം ഒരു ഈണത്തിലാണ് അവസാനിക്കുന്നത് മലയാളത്തിൽ പോലും. She may arrive late. അവൾ ലേറ്റ് ആയി വന്നേക്കാം. There may be a delay in the flight. ഫ്ലൈറ്റിനെ സംബന്ധിച്ച് ഒരു ഡിലേ ഉണ്ടായേക്കാം. ഇനി മേയുടെ രണ്ടാമത്തെ ഉപയോഗം ചില പ്രത്യേക സെന്റൻസുകളിൽ, ആ സെന്റൻസുകളെ നമ്മൾ വിളിക്കുന്നത് ഒപ്റ്റേറ്റീവ് സെന്റൻസസ് എന്നാണ്. എന്താണ് ഒപ്റ്റേറ്റീവ് സെന്റൻസസ്? ഈ ഒപ്റ്റേറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, അതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാല്, ആർക്കെങ്കിലും ഒക്കെ നന്മ നേരാൻ, നല്ലത് വരട്ടെ, അല്ലെ പ്രാർത്ഥനകളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒപ്റ്റേറ്റീവ് സെന്റൻസ് ഉപയോഗിക്കുക. നമ്മൾ ഈ മേ ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറയുന്നില്ലേ,
ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ഇതിനെയാണ് ഒപ്റ്റേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാല് പ്രയേഴ്സ് കാണിക്കാൻ, അതുപോലെ നമ്മുടെ ചില ആഗ്രഹങ്ങൾ നല്ലത് ഭവിക്കട്ടെ എന്നൊക്കെ, നമ്മുടെ ചില നല്ല ശുഭാപ്തി വിശ്വാസമുള്ള ചില ആഗ്രഹങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മേ ഉപയോഗിക്കുന്നത് ഒപ്റ്റേറ്റീവ് സെന്റൻസുകൾ. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ ഈ സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി വെർബൊക്കെ പ്രയോഗിക്കേണ്ടതെങ്കിൽ ഇത്തരം ഈ ആശംസകൾ നൽകുന്ന ഒപ്റ്റേറ്റീവ് സെന്റൻസുകളിൽ മേ ആദ്യം വരണം, മേ സബ്ജക്റ്റിന് മുന്നേ വരണം. അതുകൊണ്ടാണ് മേ ഗോഡ് ബ്ലസ് യു എന്ന് പറയുന്നത്. ഗോഡ് മേ ബ്ലസ് യു എന്നതിന് പറയുന്നതിന് തുല്യമാണ് എന്ത്? മേ ഗോഡ് ബ്ലസ് യു. ഇവിടെ ആദ്യം കടന്നു വന്നിട്ടുള്ളത് മേ ആണ്. ഇപ്പൊ ഒപ്റ്റേറ്റീവ് സെന്റൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആരെ പ്ലേസ് ചെയ്യണം? മേയെ പ്ലേസ് ചെയ്തിട്ട് മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ പാടുള്ളൂ. മേ യു ഹാവ് എ സക്സസ്ഫുൾ കരിയർ. ആത്മാർത്ഥമായിട്ട് ഞാനും ആശംസിക്കുകയാണ്. മേ യു ഹാവ് എ സക്സസ്ഫുൾ കരിയർ. നിങ്ങൾക്ക് നല്ലൊരു ശോഭനമായിട്ടുള്ളൊരു കരിയർ ഉണ്ടാവട്ടെ. മേ യു ലിവ് ലോങ്. നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കട്ടെ. കണ്ടോ, ഇവിടെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മേ ആദ്യം വന്നു. ഇങ്ങനെ തുടങ്ങുന്ന സെന്റൻസുകളെ ഒപ്റ്റേറ്റീവ് സെന്റൻസ് എന്ന് പറയും. ക്ലിയർ? ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഉപയോഗം. മൂന്നാമത്തെ ഉപയോഗം ഈ പെർമിഷൻ എടുക്കാനും അതേപോലെ പെർമിഷൻ കൊടുക്കാനും ചില റിക്വസ്റ്റുകൾ നടത്താനും ഒക്കെ മേ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം, നമ്മളിപ്പോ ഒരു ഓഫീസിലേക്ക് കടന്നു വരികയാണ്. ഒരു മര്യാദയുടെ ഭാഗമായിട്ട് നേരെ കയറി ഞങ്ങൾ തള്ളിയിടം കയറി ചെന്ന് അവിടെ കസേര കയറി ഇരിക്കുവാണോ? അല്ല. മര്യാദയുടെ പുറത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അതിലൊരു സ്വല്പം അല്പം തുറന്ന് മേ ഐ കം ഇൻ എന്ന് ഭവ്യതയോടുകൂടി ചോദിക്കും, അല്ലെ? ഇറ്റ്സ് ആക്ച്വലി വി ആർ ആസ്കിങ് പെർമിഷൻ, അല്ലെ? എൻട്രി ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുകയാണ്. ആ പെർമിഷൻ ചോദിക്കാൻ മേ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾക്ക് കടന്നു വരാമെന്നുണ്ടെങ്കിൽ ആ മുറിക്കകത്തിരിക്കുന്ന ആളെന്ത് പറയും? യു മേ കം ഇൻ. യെസ്, യു മേ കം ഇൻ. നിങ്ങൾ വരൂ. അത് പെർമിഷൻ കൊടുക്കാനും അദ്ദേഹം മേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ. ഇനി അത് വരാൻ പറ്റില്ല എങ്കിൽ നോ യു മേ നോട്ട്. നോ യു മേ നോട്ട്. അല്ല, ഞാൻ നിന്റെ ഫോൺ ഒന്ന് കുറച്ചു നേരം ഉപയോഗിച്ചോട്ടെ. മേ ഐ യൂസ് യുവർ ഫോൺ. പെർമിഷൻ കൊടുക്കാനാണെങ്കിൽ യു മേ ടേക്ക് എ ബ്രേക്ക്. യു മേ ടേക്ക് എ ബ്രേക്ക്. നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്ത് ഇത്രയും നേരം ഇരുന്ന് നോക്കല്ലേ. നമ്മുടെ ക്ലാസ്സിലല്ല, നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. ഇത്രയും നേരം വേറെ ഏതോ ഒരു ക്ലാസ്സിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും നേരം ബ്രേക്ക് എടുത്തല്ലേ. അധ്യാപകൻ കുറച്ച് എമ്പത്തറ്റിക് ആയതുകൊണ്ട് പിള്ളേരോട് എന്ത് പറഞ്ഞു? യു മേ ടേക്ക് എ ബ്രേക്ക്. ഓക്കെ. പിന്നെ ഈ മേയും മൈറ്റും നമ്മൾ രണ്ടുപേരുടെ ഉപയോഗം പഠിച്ചു. ഇപ്പോ ഈ മേയും മൈറ്റും ഉപയോഗിക്കുമ്പോ ചില ആൾക്കാര് ചില അബദ്ധങ്ങൾ കാണിക്കാറുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ മേയുടെ മൈറ്റിന്റെ കൂടെ ചില ആൾക്കാർ എന്നാ ഉപയോഗിക്കുന്നറിയോ? ഈ പോസിബിളി, ലൈക്ലി തുടങ്ങിയ രണ്ട് വാക്കുകള് ഈ മേയുടെ മൈറ്റിന്റെ കൂടെ ചിലപ്പം ഒരുമിച്ച് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ശുദ്ധ അബദ്ധമാണ്, അത് തെറ്റാണ്. കാരണം എന്താന്ന് വെച്ചാല് ഈ പോസിബിളി എന്ന് പറഞ്ഞാലും ലൈക്ലി എന്ന് പറഞ്ഞാലും സാധ്യതയുണ്ട് എന്നർത്ഥമാണ്. ഈ മേയും മൈറ്റും അതേ അർത്ഥം തന്നെയല്ലേ? ഹി മേ കം എന്ന് പറഞ്ഞാൽ അവൻ വന്നേക്കാം, ഹി മൈറ്റ് കം എന്ന് പറഞ്ഞാലും അവൻ വന്നേക്കാം തന്നെയാണ്. സാധ്യത തന്നെയല്ലേ ഈ മേയുടെയും മൈറ്റിന്റെയും അർത്ഥം, പ്രഥമ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം വീണ്ടും അതിന്റെ കൂടെ വീണ്ടും പോസിബിളി എന്ന് അല്ലെങ്കിൽ വീണ്ടും ലൈക്ലി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അതൊരു തരം ആവർത്തന വിരസത സൃഷ്ടിക്കില്ലേ? സൂപ്പർഫ്ലൂവസ് ആവില്ലേ? അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് സെന്റൻസുകൾ തെറ്റാകുന്നതും കുറച്ചെണ്ണം ശരിയാവുന്നതും. ടിക്കിട്ടത് ശരിയാണെന്ന് മനസ്സിലാക്കുക. ഇറ്റ് മേ പോസിബിളി റെയിൻ ടുനൈറ്റ്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ലടാ. മേ ഉപയോഗിക്കുമ്പോൾ തന്നെ അത് പോസിബിലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഡെക്കറേഷൻ ഇരുന്നോട്ടെ എന്ന് ചോദിച്ച് പോസിബിലിറ്റിയും കൂടി ചേർത്താല് the sentence will grow wrong. The sentence will become wrong എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അടുത്തത് മസ്റ്റ്. മസ്റ്റ് നമ്മൾ പറയാറില്ലേ, കപ്പയ്ക്ക് മീൻകറി മസ്റ്റാന്ന് പറയുന്നത് പോലെ ഇങ്ങനെ പറയാറില്ലേ. മലയാളത്തിൽ കൂടി നമ്മൾ ആ ഒരു മോഡൽ വെർബ് അങ്ങനെ ഉപയോഗിക്കാറുണ്ടല്ലേ, മസ്റ്റ് എന്നുള്ളത്. അല്ലെ, നമ്മുടെ സംസാര ഭാഷയിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നത്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നാണ് അർത്ഥം. ചെയ്തിരിക്കണം, കണ്ടിരിക്കണം, തീർച്ചയായും. ശട്ടം കെട്ടി പറയുമ്പോഴാണ് എന്ത് ഉപയോഗിക്കുക? മസ്റ്റ് ഉപയോഗിക്കുക. എക്സ്പ്രസിങ് നെസസിറ്റി ഓർ ഒബ്ലിഗേഷൻ, കർത്തവ്യവും ആവശ്യവും ഒക്കെ കാണിക്കുന്ന സന്ദർഭങ്ങളിലാണ് മസ്റ്റ് ഉപയോഗിക്കേണ്ടത്. You must wear a seat belt while driving. It's an obligation. It's an obligation. അതൊരു കർത്തവ്യമാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ നീ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. അതുപോലെ
സ്റ്റുഡൻസ് മസ്റ്റ് സബ്മിറ്റ് ദി അസൈൻമെന്റ്സ് ഓൺ ടൈം. കറക്റ്റ് ടൈമിൽ തന്നെ വിദ്യാർത്ഥികൾ എന്ത് സബ്മിറ്റ് ചെയ്യണം? അസൈൻമെന്റ് സബ്മിറ്റ് തീർച്ചയായും ചെയ്തിരിക്കണം. അവിടെ ചെയ്യാതിരിക്കാനുള്ള ഒരു ഓപ്ഷനേ അവിടെ ഇല്ല. ചട്ടം കെട്ടി പറയുന്നതാണ്, ആവശ്യകതയാണ്. ഇനി രണ്ടാമതൊരു ഉപയോഗമുണ്ട്. ഈ മസ്റ്റിന്റെ കൂടെ എപ്പോഴും ബി ചേർത്തിട്ട് രണ്ടാമതൊരു ഉപയോഗമുണ്ട്, എക്സ്പ്രസിങ് സ്ട്രോങ് സർട്ടനിറ്റി. നിങ്ങൾക്ക് ഒരു കാര്യം നല്ല ഉറപ്പുണ്ടെങ്കിൽ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സർട്ടനിറ്റിന്റെ അർത്ഥം ഉറപ്പെന്നാണ്. നല്ല ഉറപ്പുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ ഈ മസ്റ്റിന്റെ കൂടെ ബി ഇട്ട് ഉപയോഗിക്കാം. ഉദാഹരണം, നിങ്ങൾ ഒരാളെ കാണാൻ വേണ്ടി പോവാണ്. അപ്പം അയാളോടെ പുറത്തൊന്നും കാണുന്നില്ല. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പായി, അവളുടെ കാറ് കണ്ടു, അവളുടെ കാറ് പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പായി, ഇവള് വീടിന്റെ അകത്തുണ്ട്. എങ്ങനെ പറയാം? ഷീ മസ്റ്റ് ബി അറ്റ് ഹോം ബിക്കോസ് ഹർ കാർ ഈസ് ഔട്ട്സൈഡ്. അവൾ തീർച്ചയായിട്ടും വീട്ടിലുണ്ടായിരിക്കും എന്ന് പറയാൻ ഞാൻ എന്താ ഉപയോഗിച്ചേ? മസ്റ്റ് ബി അല്ലേ? ഷീ മസ്റ്റ് ബി അറ്റ് ഹോം. അവൾ തീർച്ചയായിട്ടും വീട്ടിലുണ്ടായിരിക്കും ബിക്കോസ് ഹർ കാർ ഈസ് ഔട്ട്സൈഡ്. അവളുടെ കാറ് പുറത്തുണ്ട്, എന്തായാലും അവൾ പുറത്തു പോയിട്ടില്ല. He must be tired after walking all day. ദിവസം മുഴുവൻ അഹോരാത്രം ദിവസം പകലന്തിയോളം പണിയെടുത്തിട്ട് അവൻ ക്ഷീണിതനായിരിക്കും. ഉറപ്പാണ്, പണിയെടുത്താൽ ക്ഷീണിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഉറപ്പായിട്ടുള്ള കാര്യം എക്സ്പ്രസ് ചെയ്യേണ്ടത് കൊണ്ട് മസ്റ്റ് ബി ഉപയോഗിച്ചു. ഓക്കെ, അടുത്തത് യൂസസ് ഓഫ് ഷാൽ ആൻഡ് വിൽ. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു മേഖലയാണ്. പലരും എന്നോട് വ്യക്തിപരമായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്, സാർ ഷാലാണോ ഉപയോഗിക്കേണ്ടത്, വില്ലാണോ? എന്താണ് അതിന്റെ ഒരു മാനദണ്ഡം? ഇത് പരസ്പരം വളരെ കൺഫ്യൂസിങ് ആണ്. കാരണം ഇത് ഇന്റർചേഞ്ചബിളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാലും അതിന്റെ ഒരു എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഇപ്പൊ നമുക്കൊന്ന് പഠിക്കാം. നോക്കിയേ, ഈ ഷാലും വില്ലൊക്കെ ഉപയോഗിക്കുന്നത് എപ്പോഴും ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ എക്സ്പ്രസ് ചെയ്യാനാണ് ബേസിക്കലി ഇത് രണ്ടും ഉപയോഗിക്കുന്നത്. ഇനി ഷാൽ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാല്, ട്രഡീഷണലി, പരമ്പരാഗതമായി നമ്മുടെ ട്രഡീഷണൽ ഗ്രാമർ പ്രകാരം ഈ ഷാൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐയുടെയും ഫസ്റ്റ് പേഴ്സൺ തന്നെ പ്ലൂരൽ ആയിട്ടുള്ള വിയുടെയും കൂടെയാണ്. ഐയുടെയും വിയുടെയും കൂടെ മാത്രമേ പൊതുവെ, ശ്രദ്ധിക്കണേ, പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, പൊതുവെ. ഇത് മാത്രമല്ല, പൊതുവെ എന്നൊരു വാക്ക് കേൾക്കുക. പൊതുവെ ഉപയോഗിക്കാറുള്ളത് ഐയുടെയും വിയുടെയും കൂടെയാണ്. മറ്റ് സബ്ജക്റ്റുകളുടെ കൂടെയാണ് വില്ല് ഉപയോഗിക്കാറ്. നോക്കിയേ, ഐ ഷാൽ ഗോ ടു ദ കോളേജ് ടുമോറോ ആൻഡ് ഹി വിൽ കം വിത്ത് മീ. ഞാൻ നാളെ കോളേജിലേക്ക് പോകും, ഒപ്പം അവനും എന്റെ കൂടെ ഉണ്ടാകും. ഇവിടെ ഹി ആയതുകൊണ്ട് വില്ല് കൊടുത്തു, ഐ ആയതുകൊണ്ട് ഷാലും കൊടുത്തു. എന്തുകൊണ്ട് അവിടെ വില്ല് കൊടുക്കണം എന്ന് വെച്ചാൽ മോഡേൺ ഇംഗ്ലീഷിൽ വില്ലൊക്കെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ട്രഡീഷണൽ ഇംഗ്ലീഷില് ഷാൽ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം എന്ന് മനസ്സിലാക്കുക. താഴെ തന്നെ അതിന്റെ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻ മോഡേൺ ഇംഗ്ലീഷ് കാലം പരിണമിച്ചതിനോടൊപ്പം തന്നെ ഭാഷയും പരിണമിച്ചു. മോഡേൺ ഇംഗ്ലീഷില് will is commonly used with I and we as well. ഐയുടെ കൂടെയും വിന്റെ കൂടെയും വില്ലും ഉപയോഗിക്കാറുണ്ട് മോഡേൺ ഇംഗ്ലീഷ്. അതായത് മോഡേൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സംസാര ഭാഷയിലൊക്കെ ഉപയോഗിക്കുന്ന ഒത്തിരി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കഠിനമായ നിയമങ്ങളൊന്നും ഇല്ലാത്ത ഇംഗ്ലീഷിന്റെ ഒരു വകഭേദത്തെയാണ് മോഡേൺ ഇംഗ്ലീഷ് എന്ന് പറയാം. ട്രഡീഷണൽ ഇംഗ്ലീഷ് അങ്ങനെയല്ല, കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. ഗ്രാമർ നിയമങ്ങളൊക്കെ ഫ്ലെക്സിബിൾ അല്ല, കുറച്ചും കൂടി റിജിഡ് ആണെന്ന് മനസ്സിലാക്കുക. അതാണ് മോഡേണും ട്രഡീഷണലും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ട്രഡീഷണലിൽ ഷാലാണ് ഐയുടെയും വിയുടെയും കൂടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മോഡേണിൽ വരുമ്പോൾ വില്ലും കൂടി ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ഏറ്റവും അഭികാമ്യം ഷാൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ശ്രദ്ധിച്ചേ, അങ്ങനെ മോഡേൺ ഇംഗ്ലീഷിൽ പോലും ഐയുടെയും വിയുടെയും കൂടെ വില്ല് ഉപയോഗിക്കാമെങ്കിലും ചോദ്യം ചോദിക്കുമ്പോ, പ്രത്യേകിച്ച് ഇന്ററോഗേറ്റീവ് സെന്റൻസുകളിൽ ഐയുടെയും വിയുടെയും കൂടെ ഉപയോഗിക്കേണ്ടത് വില്ലല്ല, പകരം ഷാല് തന്നെയാണ്. അവിടെ ട്രഡീഷണൽ മോഡേൺ അങ്ങനെ വകഭേദം ഒന്നുമില്ല, ഒരു തിരിവുമില്ല.
അവിടെ എന്ത് തന്നെ ഉപയോഗിച്ചിരിക്കണം? ഷാല് തന്നെ ഉപയോഗിച്ചിരിക്കണം. കാരണം അത് ഇന്ററോഗേറ്റീവ് സെന്റൻസസ് ആണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസുകളിൽ ഐയുടെയും വിയുടെയും കൂടെ ഷാല് തന്നെ ഉപയോഗിക്കാം. നോക്കിയേ, വിൽ ഐ ഗോ, നിങ്ങൾ അങ്ങനെ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു സംസാരം ഇംഗ്ലീഷിൽ. വിൽ ഐ ഗോ എന്ന് പറയുമോ? ഒരിക്കലും ഇല്ല. ഷാൽ ഐ ഗോ, ഞാൻ പോയിക്കോട്ടെ. ഷാൽ ഐ ഗോ, ഷാൽ ഐ ഗോ, അങ്ങനെയല്ലേ പറയാറ്. അതാണ് കറക്റ്റ്. ഒന്നാമത്തത് ഇൻകറക്റ്റ് ആണ്. അതേപോലെ വിൽ ബി ബിഗിൻ ദ മീറ്റിംഗ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് ഷാൽ വി ബിഗിൻ ദ മീറ്റിംഗ്. നമുക്ക് മീറ്റിംഗ് തുടങ്ങാം. ഷാൽ വി ബിഗിൻ ദ മീറ്റിംഗ്. ഞാൻ ഈ ക്ലാസിന്റെ തുടക്കത്തിലും ഷാൽ വി സ്റ്റാർട്ട് അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞത്? ഷാലാണ് ഉപയോഗിച്ചത് അല്ലെ? വി ആയതുകൊണ്ടാണ് ഞാൻ ഷാൽ ഉപയോഗിച്ചത്. ഇനി എന്നാൽ ഐയുടെയും വിയുടെയും കൂടെ മാത്രമല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾ പറയേണ്ടടുത്ത് ഈ ഷാലിന്, ഷാൽ എന്ന് പറഞ്ഞ ആ വ്യക്തിയെ യുവിന്റെ കൂടെയും ഹീയുടെ കൂടെയും ഷീയുടെ കൂടെയും ഇറ്റിന്റെ കൂടെയും ദയുടെ കൂടെ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ആ സാഹചര്യങ്ങൾ എന്താന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ സാഹചര്യം, കമാൻഡ്, ആജ്ഞകൾ കൊടുക്കുമ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ യുവിന്റെയും ഹീന്റെയും ഷീന്റെയും ദേന്റെ ഒക്കെ കൂടെ വേണമെങ്കിൽ ഷാൽ ഉപയോഗിക്കാൻ കുഴപ്പമില്ല. പക്ഷെ പ്രൊവൈഡഡ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി എ കമാൻഡ് ആയിരിക്കും. യു ഷാൽ ലീവ് ദ റൂം അറ്റ് വൺസ്, ഈ റൂമിൽ ഇറങ്ങി പോടാ. ഹി ഷാൽ റിപ്പോർട്ട് ടു ദ മാനേജർ ഇമ്മീഡിയറ്റ്ലി, ഇമ്മീഡിയറ്റ് ആയിട്ട് മാനേജറിനെ ഇത് വിവരം ധരിപ്പിക്കണം, മാനേജറിനോട് റിപ്പോർട്ട് ചെയ്യണം. കണ്ടോ, ഹി ഷാൽ അതൊരു നിർദ്ദേശമാണ്, ഒരു കമാൻഡാണ്, ഒരു ഓർഡറാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ തേർഡ് പേഴ്സന്റെ സെക്കൻഡ് പേഴ്സന്റെ ഒക്കെ കൂടെ ഷാൽ ഉപയോഗിക്കാം. അടുത്തത് പ്രോമിസ്, വാഗ്ദാനങ്ങൾ. ഇന്നത് ചെയ്തു തരാമെന്നൊക്കെ നമ്മൾ ഓരോരുത്തരോട് പറയാറില്ലേ? വാഗ്ദാനം, പ്രോമിസ് നൽകുമ്പോഴും ഈ പറഞ്ഞ സെക്കൻഡ് പേഴ്സന്റെയും തേർഡ് പേഴ്സന്റെയും കൂടെ അവിടെ വില്ലും ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ എന്താ വെച്ചാല്, ഞാൻ പറയുന്നത് കേട്ടിട്ട് ഈ ഐയും വീടും കൂടെ മാത്രമേ ഷാൽ ഉപയോഗിക്കുള്ളൂ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലേക്ക് എത്തരുത്. പൊതുവെ അതിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ മറ്റതിന്റെ കൂടെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ക്ലാരിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഓക്കെ, പ്രോമിസ് കൊടുക്കുമ്പോൾ ഉപയോഗിക്കാം. അതേപോലെ ത്രെറ്റ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ, ദ പോലീസ് ഷാൽ പെർസിക്യൂട്ട് ദ ട്രസ്പാസേഴ്സ്. ട്രസ്പാസേഴ്സ് എന്ന് പറഞ്ഞാൽ കടന്നു കയറ്റക്കാരൻ, നുഴഞ്ഞു കയറ്റക്കാരെന്നൊക്കെയാണ്. പോലീസ് അവരെ ശിക്ഷിക്കണം, പീഡിപ്പിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പെർസിക്യൂട്ടിന്റെ ശരിയായ അർത്ഥം അവിടെ മനുഷ്യനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എങ്ങനെയോ അവിടെ പെർസിക്യൂട്ട് കടന്നു വന്നു. പെർസിക്യൂട്ടിന്റെ അർത്ഥം പീഡിപ്പിക്കുക എന്നാണ്. അത് ആ ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് വലിയ രീതിയിൽ അങ്ങ് ചേരുന്നില്ല അല്ലെ? പോലീസാന്ന് വിചാരിച്ചപ്പം എല്ലാരെയും പീഡിപ്പിക്കാനുള്ള അവകാശം ഇല്ലല്ലോ. പനിഷ് ചെയ്യാന്നല്ലേ ഉള്ളൂ. പനിഷ് പോലും പോലീസ് അല്ല നിർവഹിക്കുന്നത് അല്ലെ, കോടതിയാണ്, കോർട്ടാണ്. യു ഷാൽ സഫർ ദ കോൺസിക്വൻസസ് ഓഫ് യുവർ ആക്ഷൻസ്. പേടിപ്പിക്കുകയാണ്. എടാ, നീ ഇപ്പൊ ചെയ്യുന്നതിന്റെ ഫലം നീ അനുഭവിക്കുവേ. യു ഷാൽ സഫർ ദ കോൺസിക്വൻസസ് ഓഫ് യുവർ ആക്ഷൻസ്. അവിടെയും വേണമെങ്കിൽ യുവിന്റെ കൂടെ ഷാൽ ഉപയോഗിക്കാം. കാരണം അത് ത്രട്ടൻ ചെയ്ത് സംസാരിക്കുകയാണ്. അടുത്തത് കമ്പൽഷൻ, നിർബന്ധം കാണിക്കുന്ന സെന്റൻസുകളിലും ഷാൽ ഉപയോഗിക്കാം. ഈ പറഞ്ഞ യുവിന്റെ കൂടെ അല്ലെങ്കിൽ ഹീന്റെ കൂടെ ഒക്കെ. You shall arrive here before 5 PM for the meeting. മീറ്റിംഗിന് 5 മണിക്ക് മുന്നേ തന്നെ നീ ഇവിടെ എത്തിച്ചേരണം. അത് കമ്പൽഷൻ ആണ്, നിർബന്ധമാണ്. You shall come, നീ തീർച്ചയായിട്ടും വരണം. Students shall wear uniforms at all times. എല്ലായ്പ്പോഴും വിദ്യാർത്ഥികൾ യൂണിഫോം ധരിച്ചിരിക്കണം. അതൊരു കമ്പൽഷൻ ആണ്, നിർബന്ധമാണ്. അതുകൊണ്ട് അവിടെ എന്ത് ഉപയോഗിക്കാം? ഷാൽ ഉപയോഗിക്കാം. ഷാൽ വെച്ച് പറയുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ല. ഇനി ഒരു കാര്യം, ഇനി താഴെ സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. കമ്പൽഷൻ, പ്രോമിസ്, ത്രെറ്റ്, അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഷാല് ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മളൊരു സ്പെഷ്യൽ കേസ് പഠിക്കാൻ പോവാണ്. ഡിറ്റർമിനേഷൻ അല്ലെ? ഡിറ്റർമിനേഷൻ ഉറച്ച വിശ്വാസത്തോടുകൂടി ഒരു കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഐന്റെയും വിന്റെയും കൂടെ ഷാലല്ല ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? നമ്മളിപ്പോ നമുക്ക് നല്ലൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്. ആത്മവിശ്വാസത്തോടെ അല്ലെ ഉറച്ച വിശ്വാസത്തോടെ ഒരു കാര്യം
കാര്യം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ അയ്യന്റെ മീനിന്റെ കൂടെ ഷാൽ ഉപയോഗിക്കാന്ന് പറഞ്ഞ പോലെ ഷാല് കയറ്റി എഴുതരുത്. കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള ഓക്സിലറി വെർബ് എന്നുള്ളത് വില്ലാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഏത് ഡിറ്റർമിനേഷനോട് കൂടി സംസാരിക്കുന്ന സാഹചര്യങ്ങളിൽ ഐ വിൽ വർക്ക് ഹാർഡ് ആൻഡ് സ്കോർ ഗുഡ് മാർക്സ്, ഒരു വിശ്വാസമാണ്, ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അല്ലെ. ഞാൻ നന്നായി അധ്വാനിക്കും, അതുപോലെ തന്നെ നല്ല മാർക്ക് വാങ്ങുകയും ചെയ്യും. We will never give up on our dreams. ഒരിക്കലും ഞാൻ എന്റെ സ്വപ്നങ്ങളെ വിട്ടുകൊടുക്കില്ല ഞങ്ങൾ. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്ന ഒരു ലെവലിലേക്ക് ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾ വളർത്തിയെടുക്കണം കേട്ടോ. എന്ത് സംഭവിച്ചാലും, മല പോലും എന്റെ മുമ്പിൽ വന്ന് കടപുഴകി വീണാലും, മരങ്ങൾ കടപുഴകി വീണാലും എന്റെ വഴിയിൽ അതൊരു തടസ്സമാവുകയില്ല. ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ ഈ ഒരു എക്സാമും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് ചിന്തിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ഐ വിൽ എന്ന് പറയും. അവിടെ ഐഷാൽ എന്ന് പറയുന്നത് ആ ഒരു ഡിറ്റർമിനേഷനെ കുറച്ച് കളയും. ഓക്കെ, ഞാൻ ചെയ്യാം എന്നൊക്കെ ആയി മാറും. അതുകൊണ്ടാണ് ഓക്കെ, അതാണ് വില്ലിനെയും ഷാലിനെയും പറ്റി സംസാരിക്കാനുള്ളത്. അതോടുകൂടി എന്ത് കഴിഞ്ഞു? മോഡൽ വെർബ്സ് കഴിഞ്ഞു. ഇനി ആരാ? ഏറ്റവും അവസാനത്തെ ഒരു ഡിവിഷൻ കൂടി ഉണ്ടായിരുന്നു, ഒരു വിഭാഗം, ഒരു കാറ്റഗറിയും കൂടി ഉണ്ടായിരുന്നു. ആരായിരുന്നത്? സെമി മോഡൽ വെർബ്സ്. മോഡൽ വെർബ് ആണോ എന്ന് ചോദിച്ചാ അത്ര കണ്ടില്ല. അർദ്ധ മോഡൽ വെർബ്സ്, സെമി മോഡൽ വെർബ്സ്. നമുക്ക് നോക്കാം ആരൊക്കെയാണ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡയറിനെയും നീഡിനെയുമാണ്. രണ്ടും സെമി മോഡൽസ് ആണ്. ഈ ഡയറിനെയും നീഡിനെയും ഏറ്റവും ആദ്യം എന്തുകൊണ്ട് രണ്ടിനെ ഒരുമിച്ച് എന്തുകൊണ്ട് ആദ്യം പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഈ രണ്ട് ക്രിയകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്രിയകളെ മെയിൻ വെർബായിട്ടും ഉപയോഗിക്കാം, മോഡൽ വെർബുമായിട്ടും ഉപയോഗിക്കാം. ഒരു സെമി മോഡൽ എന്ന രീതിയിൽ പ്രയോഗിക്കണേ അങ്ങനെ പ്രയോഗിക്കാം. ഇനി ഒരു സെന്റൻസിന്റെ മെയിൻ വെർബ് ആക്കണോ? ആക്കാം. ആള് റെഡിയാണ്, ആൾക്കാര് റെഡിയാണ്, അവർക്ക് ആ കഴിവുണ്ട്. അപ്പൊ ആ കഴിവ് എങ്ങനെയാ പ്രാവർത്തികമാകുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഏതൊക്കെ സെന്റൻസുകളാണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, ഒന്നാമത് നമ്മൾ കാണാൻ പോകുന്നത് ഡയർ ആണ്. ഡയർ ആസ് എ മെയിൻ വെർബ് ആൻഡ് മോഡൽ വെർബ്. ഈ ഡയർ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ചലഞ്ച് അഥവാ കറേജ്, ചലഞ്ചിനെയും ധൈര്യത്തെയും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡയർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ട്രൂത്ത് ഓർ ഡയർ ഒക്കെ കളിക്കാറില്ലേ? എന്താ ട്രൂത്ത് ഓർ ഡയർ എന്ന് പറഞ്ഞാൽ? ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും സത്യം പറയണം. ഡയർ എന്ന് പറഞ്ഞാല് ഈ ചോദിച്ച ആള് പറയുന്ന ഏതെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ധൈര്യത്തോടെ ചെയ്യണം അല്ലെ. അപ്പൊ നമ്മള് ധൈര്യമുണ്ട്, മുതിർന്നു, എന്താണ് മുതിർന്നു എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യാൻ മുതിർന്നു എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറില്ല. അതിനൊക്കെയാണ് കേട്ടോ. അവൻ അത് ചെയ്യാൻ മുതിർന്നു, അത്രയും ധൈര്യമുണ്ട്, ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സെന്റൻസുകളിലാണ് ഡയർ ഉപയോഗിക്കേണ്ടത്. ധൈര്യമുണ്ട് എന്ന് കാണിക്കുന്ന കേട്ടോ. കറേജിന്റെ കോണ്ടെക്സ്റ്റിലാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിത് ചുവപ്പും പച്ചയും ഒക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പച്ചയായിട്ട് എഴുതിയ ഭാഗത്ത് അർത്ഥമാക്കുന്നത് മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാമെന്നാണ്. പോസിറ്റീവ് സെന്റൻസ് കേട്ടോ. ഇനി മോഡൽ വെർബായിട്ട് ഇതിനെ ഉപയോഗിക്കാം. ഏതില്? നെഗറ്റീവ് സെന്റൻസിൽ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണേ. ഈ ഡയർ എന്ന് പറഞ്ഞ എന്ന വെർബില്ലേ, ഈ വെർബിനെ നിങ്ങൾ ഒരു പോസിറ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ മെയിൻ വെർബായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഈ ഡയർ എപ്പോഴാ മോഡൽ വെർബ് ആകുന്നതെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് സെന്റൻസുകളിൽ ഡയറിനെ ഉപയോഗിക്കുമ്പോൾ അത് മോഡൽ വെർബായിട്ട് മാറും. മനസ്സിലായോ? സെന്റൻസ് പോസിറ്റീവ് ആയിട്ടൊരു കാര്യം അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ഡയറിനെ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാം. ഇനി സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ഡയറിനെ മോഡൽ വെർബായിട്ടും ഉപയോഗിക്കണം. അതാണ് അതിന്റെ ഒരു കിടപ്പ് വശം. മനസ്സിലായോ? നോക്കാം. മെയിൻ വെർബായിട്ട് she dared to go there alone. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡയറിനെ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആ സെന്റൻസ് പോസിറ്റീവ് ആയിരിക്കും. അതൊരു നോട്ടൊന്നും ഇല്ലാത്ത പാവം പിടിച്ചൊരു പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കും. രണ്ടാമത്തെ പ്രത്യേകത, ഡയറിന് ശേഷം ഇൻഫിനിറ്റീവ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അതായത് 2 + V1 form ഇതായിരിക്കും ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? രണ്ട് പ്രത്യേകതകളാണ് മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ. ഒന്ന്, പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കണം. രണ്ട്,
ഡയറിന് ശേഷം ഉപയോഗിക്കുന്ന വെർബ് ഇൻഫിനിറ്റീവ് ആയിരിക്കും. She dared to go there alone. അവിടേക്ക് ഒറ്റയ്ക്ക് പോകാൻ അവൾ ധൈര്യം കാണിച്ചു. He dares to speak against injustice. അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ അവൻ മുതിർന്നു. അവന് ധൈര്യമുണ്ടായി. They dared to climb the mountain. പർവ്വതം കയറാൻ അവർക്ക് ധൈര്യമുണ്ടായി. അവർ ധൈര്യം കാണിച്ചു. മനസ്സിലായോ മെയിൻ വെർബായിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന്? രണ്ട് പ്രത്യേകതകളും കൂടി മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി ഈ സെയിം സാധനത്തെ നെഗറ്റീവ് സെന്റൻസുകളിൽ എങ്ങനെ, നെഗറ്റീവ് സെന്റൻസുകളിലാണ് പ്രധാനമായിട്ട് മോഡലായിട്ട് ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, ആസ് എ മോഡൽ വെർബ് യൂസ്ഡ് വിത്തൗട്ട് ടു ഇൻ നെഗറ്റീവ് സെന്റൻസസ് ഓർ ക്വസ്റ്റ്യൻസ്. നെഗറ്റീവ് സെന്റൻസുകളിലും ചോദ്യങ്ങളിലുമാണ് പ്രധാനമായിട്ട് ഒരു മോഡൽ വെർബ് എന്ന നിലയിൽ ഡയറിനെ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിയേ, he dare not oppose the decision. തീരുമാനത്തെ എതിർക്കാനുള്ള ധൈര്യം അവനുണ്ടായില്ല. ഇതിന്റെ അർത്ഥം ധൈര്യമില്ല എന്നാണ് കേട്ടോ, ധൈര്യമില്ല. നെഗറ്റീവ് ആണ്. ഇവിടെയും രണ്ട് പ്രത്യേകതകളുണ്ട്. ഡയറിനെ മോഡൽ വെർബ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. രണ്ടാമത്തെ പ്രത്യേകത, ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. ബെയർ ഇൻഫിനിറ്റീവ് കേട്ടോ. ഈ ഇവിടുത്തെ മോഡൽ വെർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഡയറിന് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് ആണ്, വിത്തൗട്ട് ടു എന്ന് മനസ്സിലാക്കുക. അതാണ് ഉപയോഗിക്കേണ്ടത്. ഡയർ ഷീ ക്വസ്റ്റ്യൻ ദ ടീച്ചർ. ടീച്ചറിനെ അത്രയും ധൈര്യം അവൾക്കുണ്ടോ? ടീച്ചറിനെ ചോദ്യം ചെയ്യാൻ മാത്രം ധൈര്യം അവൾക്കുണ്ടോ? ഐ ഡെയർ നോട്ട് സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്രൗഡ്. ആൾക്കാരുടെ മുൻപിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഐ ഡെയർ നോട്ട് സ്പീക്ക്. യോ ഐ ഡെയർ നോട്ട് സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്രൗഡ്. എടാ നീ വന്ന് ഒരു 5 മിനിറ്റ് പ്രസംഗം പറഞ്ഞ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ട്, ഐ ഡെയർ നോട്ട് സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്രൗഡ്. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് കേട്ടോ, കഴിയില്ല, ധൈര്യമില്ല എന്നാണ്. അപ്പൊ നെഗറ്റീവ് സെന്റൻസുകളിലാണ് പ്രധാനമായിട്ട് ഒരു മോഡൽ എന്ന രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ മെയിൻ വെർബ്. അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു വെർബാണ് നീഡ്. നീഡ് എന്തിനാ ഉപയോഗിക്കുന്നതെന്നറിയോ? എക്സ്പ്രസിംഗ് റിക്വയർമെന്റ് ഓർ നെസസിറ്റി. ആവശ്യകതയെ സൂചിപ്പിക്കാനാണ് എന്തുപയോഗിക്കുന്നത്? നീഡ് ഉപയോഗിക്കുന്നത്. ആവശ്യകതയെ സൂചിപ്പിക്കാൻ, ഇന്ന കാര്യം ചെയ്തിരിക്കണം, ആവശ്യമാണ് എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ. ഇവിടെയും ഈ ഡയറിന്റെ കാര്യം പറഞ്ഞതുപോലെ പോസിറ്റീവ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഇൻഫിനിറ്റീവിന്റെ കൂടെ മെയിൻ വെർബായിട്ട് ആരെ ഉപയോഗിക്കാം? നീഡിനെ ഉപയോഗിക്കാം. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നീഡിനെ മെയിൻ വെർബായിട്ട് തന്നെ ഉപയോഗിക്കുക, കൂടെ ഒരു ഇൻഫിനിറ്റീവ് ഉണ്ടായിരിക്കണം. ഇനി നേരത്തെ ഡയറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവ് ആണെങ്കിൽ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നീഡിനെ മോഡൽ എന്ന രൂപത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന്റെ കൂടെ വരുന്നത് ബെയർ ഇൻഫിനിറ്റീവും ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അതാണ് ഈ പച്ചയിലും ചുവപ്പിലും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഒരു മെയിൻ വെർബ് എന്ന രീതിയിൽ നീഡിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം നമുക്ക് നോക്കാം. ഹി നീഡ്സ് മീ. അവന് എന്നെ ആവശ്യമാണ്. ആവശ്യമാണെന്ന് പറയുന്ന സാഹചര്യങ്ങളിലാണല്ലോ നീഡ് ഉപയോഗിക്കുന്നത്. ഷീ നീഡ്സ് ടു കംപ്ലീറ്റ് ഹർ അസൈൻമെന്റ്. അവൾക്ക് അവളുടെ അസൈൻമെന്റ് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്, ഒരു അത്യാവശ്യമുണ്ട് അവൾക്ക്. അപ്പൊ അങ്ങനെ പോസിറ്റീവ് ആയിട്ട് പറയുന്ന സന്ദർഭങ്ങളിൽ നീഡിനെ, ഇപ്പൊ ഇവിടെ നീഡഡ് നോക്കിയാവും. V1 V2 V3 ഒക്കെ ഉണ്ട് അതിന് മെയിൻ വെർബ് ആയതുകൊണ്ട്. നേരത്തെ ഡയറും അതേപോലെ തന്നെയാണ്. ഡയർ മെയിൻ വെർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഡയർഡ് എന്നൊക്കെ പറയാം, കുഴപ്പമൊന്നുമില്ല, കാരണം മെയിൻ വെർബ് അല്ലേ. പക്ഷെ മോഡലായിട്ട് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നെഗറ്റീവ് സെന്റൻസുകളിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, മോഡലിന് അങ്ങനെ ഇല്ലല്ലോ. യെസ്, യു നീഡ് ടു ടേക്ക് റെസ്റ്റ്. നീ തീർച്ചയായിട്ടും റെസ്റ്റ് എടുത്തിരിക്കണം, നീ ആകെ തളർന്നിരിക്കുന്നു. ഇനി ഒരു മോഡൽ വെർബ് എന്ന രീതിയിൽ എങ്ങനെയാണ് നീഡിനെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആസ് എ മോഡൽ വെർബ് യൂസ്ഡ് വിത്തൗട്ട് ടു ഇൻ നെഗറ്റീവ് സെന്റൻസസ് ഓർ ക്വസ്റ്റ്യൻസ്. നെഗറ്റീവ് ആയിട്ട് ടു ഇല്ലാണ്ടാണ് ഉപയോഗിക്കേണ്ടത്. നോക്കിയേ, യു നീഡ് നോട്ട് കം ടുമോറോ. നീ നാളെ വരേണ്ട ആവശ്യമില്ല.
ഇന്നത്തോടുകൂടി നിന്റെ സേവനം എനിക്ക് മതിയായി. ഇങ്ങനെ ചിലർ പറയാറില്ല, ഇന്നത്തോടുകൂടി നിന്റെ സേവനം മതിയായി, നാളെ ഈ വഴിക്ക് കണ്ടുപോയേക്കരുതെന്ന് പറയാറില്ല. ചില മുതലാളിമാരോടൊക്കെ തൊഴിലാളിമാരോട് അങ്ങനെ പറയാറുണ്ട് അല്ലെ. യു നീഡ് നോട്ട് കം ടുമോറോ, നാളെ വരേണ്ടതില്ല. അങ്ങനെ വരേണ്ടതില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നീഡ് നോട്ട് ടു കം എന്ന് പറയാൻ പാടില്ല, നീഡ് നോട്ട് കം വേറെ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ പാടുള്ളൂ. നീഡ് വി വെയിറ്റ് എനി ലോങ്ങർ, നമ്മൾ ഇനി കുറച്ചു നേരം കൂടി കാത്തിരിക്കണോ? ഷീ നീഡ് നോട്ട് വറി അബൌട്ട് ദ റിസൾട്ട്സ്, അവൾ അങ്ങനെ റിസൾട്ട്സിനെ പറ്റി ഒന്ന് വറീഡ് ആവേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നേ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളിലാണ് ഒരു മോഡൽ എന്ന രൂപത്തിൽ നെഗറ്റീവ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഡയറും നീഡും അതിന്റെ മെയിൻ വെർബ് ഫോമും ഓക്സിലറി വെർബ് ഫോം മറന്നു പോവോ? അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആവോ? ആകരുത്, കാരണം കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് നോട്ടിന്റെ സഹായത്തോടു കൂടി കേട്ടോ. ഓക്കെ, അടുത്ത ഒരു സെമി മോഡൽ, നമ്മൾ സെമി മോഡൽസിനെ പറ്റിയിട്ടാണല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു സെമി മോഡലാണ് ought to. എന്താണ് ought to? ought to എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ധാർമ്മിക ഉത്തരവാദിത്തം അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യം ആർക്കെങ്കിലും ഒക്കെ ഉപദേശം കൊടുക്കണമെങ്കിൽ അല്ലെ കർത്തവ്യത്തെ കുറിച്ച് പറയണമെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ought to ഉപയോഗിക്കാം. ഏതാണ്ട് ഷുഡിന്റെ അതേ ഉപയോഗം തന്നെയാണ്, പക്ഷെ ആള് മാറുന്നത് മാത്രം. ought to ആണ്. You ought to respect others' opinions. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നീ പരിഗണിക്കണം, അത് നിന്റെ ഒരു കടമയാണ്. ആ കടമ പറയാൻ ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്? ought to ഉപയോഗിക്കാം. ഇവിടെ ഷുഡും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ought to ആകുമ്പോൾ കുറച്ചുകൂടി ഫോർമലായി, കുറച്ചും കൂടി ധാർമ്മികാംശം കൂടുതലുള്ള അല്ലെ ധർമ്മത്തിന്റെ അംശം കൂടുതലുള്ള അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ought to ആണ് നല്ലത് ഷുഡിനെക്കാളും കൂടുതൽ. ഓക്കെ, they ought to respect their parents. അവർ തീർച്ചയായിട്ടും അവരുടെ മാതാപിതാക്കളെ ബഹുമാനിച്ചിരിക്കണം. We ought to follow the safety guidelines. സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, അതാണ് ought to ഷുഡിന് പകരം ഉപയോഗിക്കാം കുറച്ചും കൂടി ഫോർമൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ഒരു സെമി മോഡലാണ് യൂസ്ഡ് ടു. യൂസ്ഡ് ടു യൂസ്ഡ് ടു എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാല്, നമ്മൾ നേരത്തെ വുഡിന്റെ കേസിൽ പറഞ്ഞല്ലോ, വുഡിന്റെ ഒന്നാമത്തെ ഉപയോഗമായിട്ട് നമ്മൾ എന്താ പറഞ്ഞേ? പാസ്റ്റിൽ ഉണ്ടായിരുന്ന ശീലങ്ങളെ കുറിച്ച് പറയാൻ വുഡ് ഉപയോഗിക്കാന്ന് പറഞ്ഞു അല്ലെ. ഇവിടെയും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഭൂതകാലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ശീലം, ഹാബിറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റുട്ടീൻസ് അതുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഇപ്പം ഇല്ലാത്ത എന്നാൽ ഭൂതകാലത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലൊക്കെ എന്തുമായിക്കോട്ടെ അതിനെ കുറിച്ച് പറയാൻ യൂസ്ഡ് ടു ഉപയോഗിക്കാം. എന്തുപയോഗിക്കാം? യൂസ്ഡ് ടു. നോക്കിയേ, I used to play chess during my school days. എന്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഞാൻ ചെസ് കളിക്കാറുണ്ടായിരുന്നു. Do I play now? No. അല്ലേ? I don't play now. എനിക്ക് ഒരുപാട് തിരക്കുണ്ട്, അപ്പൊ എനിക്ക് ഇപ്പൊ ചെസ് ഒന്നും ഞാൻ കളിക്കുന്നില്ല. പക്ഷേ ഒരു കാലത്ത് ഞാൻ പ്രോ ആയിരുന്നു, ഒരു കാലത്ത് ഞാൻ നന്നായിട്ട് ചെസ് കളിക്കുമായിരുന്നു. അങ്ങനെ പറയുന്നിടത്ത് എന്ത് പറയാം? യൂസ് ടു പറയും. ഇനി അതിനെ അങ്ങനെ ചെയ്തിരുന്നില്ല എന്ന അർത്ഥത്തിൽ നെഗറ്റീവ് ആക്കാൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഡിഡിന്റെ സഹായത്തോടു കൂടിയാണ് നെഗറ്റീവ് ഉണ്ടാക്കുന്നത്. ഉദാഹരണം, ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാം? വർഷങ്ങളായിട്ട് പുകവലിച്ച് നിർത്തുന്ന ആൾക്കാരുണ്ടാവില്ലേ? അപ്പൊ അങ്ങനെ നിർത്തി കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് എന്ത് പറയാം? I used to smoke. ഞാൻ സ്മോക്ക് ചെയ്യാറുണ്ടായിരുന്നു, ബട്ട് നൗ I don't smoke. Now I don't smoke എന്ന് വേണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറയാം അല്ലെ. അപ്പൊ അത് എഴുതാം, I used to smoke. എഴുതിയതാകെ തലതിരിഞ്ഞു പോയല്ലോ അല്ലെ. ഈ ഉച്ചയ്ക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എഴുതുന്ന തലതിരിഞ്ഞു, പറയുന്നത് വ്യക്തമാകുന്നില്ല എന്നുള്ളതാണ്. I used to, ഞാൻ പുക വലിക്കാറുണ്ടായിരുന്നു, ഞാൻ പുക വലിക്കാറില്ലായിരുന്നു. ഇവിടെ പറയുമ്പോ വരെ തെറ്റിപ്പോകുന്നു. ഞാൻ പുക വലിക്കാറില്ലായിരുന്നു എന്ന് എങ്ങനെ പറയാം? I didn't അല്ലെങ്കിൽ did not use to
സ്മോക്ക്. ഞാൻ പുകവലിക്കാറില്ലായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ യൂസ് ടു, ഇല്ല എന്ന് പറയുമ്പോ ഐ ഡിഡ് നോട്ട് യൂസ് ടു. പിന്നെ വീണ്ടും അവിടെ യൂസ്ഡ് എന്ന് എഴുതണ്ടേ. യൂസ്ഡ് ഓൾറെഡി ഡിഡ് ചേർന്നിരിക്കുമ്പോഴാണ് യൂസ്ഡ് ആയി മാറുന്നത്. ഡിഡിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ യൂസ് മാത്രമേ ഉള്ളൂ. പിന്നെ അത് ചോദ്യരൂപമാക്കാൻ ഈ ഡിഡ് തന്നെയാണ് പുറത്തെടുക്കേണ്ടത് കേട്ടോ. ഡിഡ് ഹി യൂസ് ടു വർക്ക് ഇൻ ദിസ് കമ്പനി? അവൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാറുണ്ടായിരുന്നോ? അവനെ കുറിച്ച് മോശം കാര്യം കേട്ടല്ലോ. അവൻ ഈ കമ്പനിയിൽ നിന്നാണോ വന്നേ? ഈ കമ്പനിയിൽ അവൻ വർക്ക് ചെയ്യാറുണ്ടായിരുന്നോ? ഡിഡ് ഹി യൂസ് ടു വർക്ക് ദിസ് കമ്പനി? അത് തന്നെ കേട്ടോ. യെസ്. അപ്പൊ അത് മറന്നു പോകരുത്. നെഗറ്റീവ് ഉണ്ടാക്കാനും ചോദ്യം ഉണ്ടാക്കാനും പ്രത്യേകിച്ച് യൂസ്ഡ് ടു അടങ്ങിയ സെന്റൻസുകളെ ഇങ്ങനെ ആക്കാനൊക്കെ ഡിഡ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അതോടുകൂടി എന്ത് കഴിഞ്ഞു? ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞ ഭാഗം കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മെയിൻ വേർബ്സ് പഠിച്ചു, ഓക്സിലറി വേർബ്സ് പഠിച്ചു. ഒരു വെർബിന്റെ ഒരു 95% ഭാഗവും നമ്മൾ കവർ ചെയ്തു കേട്ടോ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ മറ്റ് ടോപ്പിക്കുകളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. വെർബുകൾ എന്ന മാത്രം, വെർബുകളെ പറ്റി എക്സ്ക്ലൂസീവ് ആയിട്ട് ഇത്രയും കോൺസെപ്റ്റുകളാണ് കടന്നു വരുന്നത്. അത് നമ്മൾ പഠിച്ചു. ബാക്കിയും വെർബുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ബന്ധം പുലർത്തുന്നത് കൂടുതലായിട്ട് മറ്റ് ടോപ്പിക്കുകളോട് ആയതുകൊണ്ടാണ് ആ ടോപ്പിക്കുകൾ പഠിപ്പിക്കുമ്പോൾ അതും കൂടി പറഞ്ഞു പോകാമെന്ന് ചിന്തിക്കുന്നത്. തൽക്കാലം ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്ന ഈ വെർബുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്യും. മറ്റുള്ളതൊക്കെ മറ്റുള്ള ടോപ്പിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെയുള്ള ഒരു ക്ലാസ്സിൽ നമുക്കത് കാണാം. ഓക്കെ. ഇനി വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠിക്കാൻ സാധിക്കുന്ന വെർബിനോട് തന്നെ ചേർത്ത് നമുക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഈഫ് ക്ലോസസും ഇൻവേർഷനും. രണ്ടും വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരാറുമുണ്ട്. നമുക്ക് ആദ്യം ഈഫ് ക്ലോസസ് പഠിക്കാം. ഈഫ് ക്ലോസസ് സ്ക്രീനിലേക്ക് നോക്കുക. ഈഫ് ക്ലോസസ് എന്താണ്? ഈഫ് ക്ലോസസ് മനോഹരമായ ഒരു ചിത്രമൊക്കെ കാണാം അല്ലെ? If clauses are clauses that begin with the word if and describe a condition and its possible result. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഈഫിൽ തുടങ്ങുന്ന വാചകങ്ങളെ ഈഫ് ക്ലോസസ് എന്ന് വിളിക്കും. ഒരു കാര്യത്തിൽ ഈഫ് ക്ലോസ് എന്ന് വിളിക്കാൻ it should start with the word if. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈഫ് ക്ലോസസ് എന്ന് വിളിക്കാം. ഇനി അത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഈഫ് ക്ലോസ് എന്താന്ന് മനസ്സിലായി. ഈഫിൽ തുടങ്ങുന്നതാണ്. എന്തിനാ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ടു എക്സ്പ്രസ് കണ്ടീഷൻസ് ആൻഡ് ദ റിസൾട്ട്സ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ ഞാനത് മലയാളത്തിൽ പറഞ്ഞു തരാം. ഭാവിയിലെ ചില സാധ്യതകളെ കുറിച്ച് സംസാരിക്കുകയാണ് ഞാൻ പറയുന്നത്, കേൾക്കണേ. ഭാവിയിലെ ചില സാധ്യതകളെ കുറിച്ച് സംസാരിക്കാനും നമ്മുടെ മനസ്സിലെ ആരോടും തുറന്നു പറയാത്ത ചില ആഗ്രഹങ്ങളെ എക്സ്പ്രസ് ചെയ്യാനും ഭൂതകാലത്തിൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്ന എന്നാൽ നമ്മൾ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യത്തെ വർത്തമാനകാലത്തിൽ അയ്യോ എന്ന് പറഞ്ഞ് റിഗ്രറ്റോടെ സംസാരിക്കാനും ഒക്കെയാണ് ഈഫ് ക്ലോസസ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തൊക്കെ ഉപയോഗിക്കുന്നത്? സാധ്യത പറയാൻ, ആഗ്രഹം പറയാൻ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ, എന്താണ് ഭൂതകാലത്ത് നടക്കാതിരുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരുന്ന ഒരു കാര്യം പ്രസന്റിൽ ദുഃഖത്തോടെ അല്ലെങ്കിൽ റിഗ്രറ്റോടെ പറയാനൊക്കെയാണ് ഈഫ് ക്ലോസസ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ഈഫ് ക്ലോസസ് തന്നെ പ്രധാനമായിട്ടും 4 തരമുണ്ട്. സീറോ കണ്ടീഷണൽ ഉണ്ട്. അത് പൊതുവെ എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ ജനറൽ ആയിട്ടുള്ള ചില സത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സീറോ കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. ഇന്നത് സംഭവിച്ചാൽ മറ്റേത് സംഭവിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് കണ്ടീഷൻ ഉപയോഗിക്കുന്നതിന് വെച്ചാൽ ഭാവിയിൽ നടക്കാൻ എന്തെങ്കിലും ഒരു കാര്യം സാധ്യതയുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഈ ഫസ്റ്റ് കണ്ടീഷണൽ ഈഫ് ക്ലോസ് വെച്ച് പറയാം. സെക്കൻഡ് കണ്ടീഷണൽ ഹൈപ്പോതെറ്റിക്കൽ ആയിട്ടുള്ള നമ്മുടെ ആഗ്രഹമൊക്കെ പറയാൻ സെക്കൻഡ് കണ്ടീഷണലാണ് ഉപയോഗിക്കുന്നത്. തേർഡ് കണ്ടീഷണൽ എന്തിനു ഉപയോഗിക്കുന്നത് വെച്ചാൽ ഭൂതകാലത്ത് നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ അത് പ്രസന്റിൽ പറയാനാണ് തേർഡ് കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 4ഓളം വിഭാഗങ്ങളുണ്ട്. ഈ ഓരോ വിഭാഗത്തിനും അതിൻ്റെതായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ പ്രകാരമാണ് അതിലെ ഈഫ് ക്ലോസസ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. നമുക്ക് ഓരോ വിഭാഗത്തെയും സെപ്പറേറ്റ് ആയിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, ആർ യു റെഡി? യെസ്. ഓക്കെ,
ആദ്യം നമ്മൾ കാണുന്നത് ഫസ്റ്റ് കണ്ടീഷണൽ ആണ്. എന്താണ് ഫസ്റ്റ് കണ്ടീഷണൽ? നമുക്ക് നോക്കാം. എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം ഇഫ് തുടങ്ങുന്നത് കൊണ്ട് ആദ്യം ഇഫ് എഴുതണം, ശേഷം സബ്ജക്റ്റ് എഴുതണം, സബ്ജക്റ്റിന് ശേഷം ക്രിയയുടെ ഒന്നാമത്തെ രൂപം എഴുതുക, ശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം വീണ്ടും സബ്ജക്റ്റ്, പിന്നെ വീണ്ടും വില്ല്, വില്ലിന് ശേഷം V1. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെച്ചാല് ഫസ്റ്റ് കണ്ടീഷനിൽ കിട്ടി. എന്തിനാ ഉപയോഗിക്കുന്നത്? ഭാവിയിലെ ഒരു കാര്യം നടക്കും എന്ന് കാണിക്കാൻ കേട്ടോ. നോക്കിയേ, ഇഫ് യു ഈറ്റ് ഹെൽത്തി ഫുഡ് യു വിൽ ഫീൽ ബെറ്റർ. നീ നല്ല ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, അങ്ങനെ ഇല്ലിൽ അവസാനിക്കാനാണ് ഈഫ് ചേർത്തിരിക്കുന്നത്. നല്ല ആരോഗ്യമുള്ള ഭക്ഷണമൊക്കെ കഴിക്കുകയാണെങ്കിൽ നിനക്ക് നല്ല സുഖപ്രദമുള്ള അനുഭൂതി ഉണ്ടാകും. യു വിൽ ഫീൽ ബെറ്റർ. നന്നായി നിനക്ക് തോന്നും. എന്താ ചെയ്യേണ്ടത്? നീ നന്നായി നല്ല ഭക്ഷണം കഴിക്കണം അല്ലേ? ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ, നാളെ മഴ പെയ്താൽ വിൽ സ്റ്റേ അറ്റ് ഹോം. നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കും. മഴ പെയ്താൽ നമ്മൾ പുറത്തിറങ്ങുമൊന്നുമില്ല. വെള്ളം നനയൂലേ? കുളിക്കാതെ 2 ആഴ്ചയായിട്ട് പിടിച്ചു നിൽക്കുന്നല്ലേ? അതിനിടയിൽ മഴയും കൂടി വന്ന് നമ്മൾ അങ്ങനെ പുറത്തിറങ്ങുന്ന ആൾക്കാരൊന്നുമല്ല. ഓക്കെ, വിൽ സ്റ്റേ അറ്റ് ഹോം. ഇഫ് ഷീ കോൾസ് മീ, അവൾ എന്നെ വിളിച്ചാല് ഐ വിൽ ആൻസർ ക്വിക്ക്ലി. അവൾ എന്നെ വിളിക്കണം, ഞാൻ അങ്ങോട്ട് വിളിക്കൊന്നുമില്ല. അവൾ എന്നെ വിളിച്ചാൽ ഞാൻ വേണമെങ്കിൽ ഫോൺ എടുക്കും. ഐ വിൽ ക്വിക്ക്ലി ആൻസർ ദ ഫോൺ. ഐ വിൽ ആൻസർ ക്വിക്ക്ലി. ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ സ്ട്രക്ചറാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരെണ്ണം എടുത്തൊന്ന് കീറി പരിശോധിക്കാം. ഇവിടെ നോക്കിയേ, ഒന്നാമത്തെ സെന്റൻസ് നോക്കിയേ, ഇവിടെ ഈഫ് ഉണ്ട്. ഓക്കെ, ഈഫ് ഉണ്ട്. സബ്ജക്റ്റ് യു ആണ്, സബ്ജക്റ്റ് ഉണ്ട്. തിന്നുക എന്നാണ് വെർബ്. തിന്നെങ്കിൽ എന്നാണ് പറയേണ്ടത് അല്ലെ? അപ്പൊ അത് ഈറ്റ്. വെർബിന്റെ ഒന്നാമത്തെ ഫോം ആണ് അവിടെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, അല്ലാതെ അവിടെ എയ്റ്റ് എന്നോ ഈറ്റ് എന്നൊന്നും കൊണ്ട് എഴുതി വെക്കരുത്, തെറ്റായി മാറും. ഈറ്റ് V1 എഴുതി. ഓക്കെ, അതും ഉണ്ട്. പിന്നെ ഹെൽത്തി ഫുഡ്, അത് ഒബ്ജക്റ്റ് ആണ്. പിന്നെ വേണ്ടത് കോമ ഉണ്ട്. സബ്ജക്റ്റ് യു ആണ്. നീ തിന്നാൽ നിനക്ക് ഫലം കിട്ടുമെന്നാ പറയുന്നത്, യു. പിന്നെ വില്ല് വേണം, വില്ലുണ്ട്. ഫീൽ ആണ് അടുത്ത വെർബ്, അതും V1 ഉപയോഗിക്കേണ്ടത്, അതുകൊണ്ട്. ഇവിടെ അതേപോലെ തന്നെ ഈഫ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, റെയിൻസ് ക്രിയയുടെ ഒന്നാമത്തെ രൂപമുണ്ട്, പിന്നെ വീണ്ടും സബ്ജക്റ്റ് ഉണ്ട്, വില്ലുണ്ട്, സ്റ്റേ എന്ന വെർബിന്റെ ഒന്നാമത്തെ ഫോം വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നു. കണ്ടോ? ഒന്നാമത്തെ കണ്ടീഷണൽ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ ഈ എക്സാമിന് എങ്ങനെ തരുമെന്ന് ചോദിച്ചാൽ, ചിലപ്പോ ഈ ഈഫ് തൊട്ട് തുടങ്ങുന്ന സെന്റൻസുകളൊക്കെ കറക്റ്റ് ആയിട്ട് സബ്ജക്ട് പ്ലസ് ഈവൻ അങ്ങനെ അടുക്കി വെച്ചൊരു കോമയൊക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ രണ്ടാമത് വരുന്നതിനകത്ത് ചിലപ്പം വില്ലിന് ശേഷം ഒരു V2 ഒക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഇപ്പം വിൽ സ്റ്റേഡ് എന്നൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ അത് നമ്മൾ തെറ്റിതിരുത്തണം. അത് അറിയണമെങ്കിൽ ഒന്നാമത് നമുക്ക് വില്ലിന്റെ അപ്പുറം V1 ആണ് ഉപയോഗിക്കാന്ന് നോർമലി അറിയാം. എന്നിരുന്നാലും അത് അറിയാത്തവരിത് പഠിച്ചും കൂടി പോവുക. അപ്പൊ അത് ക്ലാരിറ്റി കുറച്ചും കൂടി അധികമാകും. മറ്റു ചോദ്യങ്ങളും കൂടി ഈ പാറ്റേണിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തത് സെക്കൻഡ് കണ്ടീഷണൽ ടു ടോക്ക് അബൌട്ട് ഹൈപ്പോത്തറ്റിക്കൽ ഓർ അൺലൈക്ലി സിറ്റുവേഷൻസ് ഇൻ ദ പ്രസന്റ് ഓർ ഫ്യൂച്ചർ. ക്ലിയർ? എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല്, ഇന്നൊരു കാര്യം സംഭവിച്ചിരുന്നെങ്കിൽ മറ്റൊന്ന് ഇങ്ങനെ നടക്കുമായിരുന്നു. ഉദാഹരണം, ഇഫ് ഹി വർക്ക്ഡ് ഹാർഡർ, അവൻ നന്നായി അധ്വാനിച്ചിരുന്നെങ്കിൽ he would achieve his goals, അവന്റെ ഗോൾസ് നേടിയെടുത്തേനെ. കണ്ടോ? അവൻ അധ്വാനിച്ചില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഹൈപ്പോത്തറ്റിക്കൽ. ഹൈപ്പോത്തറ്റിക്കലിന്റെ അർത്ഥം ഭാവനയിലുള്ള എന്നാണ്. ആ വാക്ക് കുറച്ച് വലുതാണെങ്കിലും ഇത് ഭാവനയിലുള്ള എന്നാണ് അതിന്റെ അർത്ഥം. ഹൈപ്പോത്തറ്റിക്കൽ ഓർ അൺലൈക്ലി, നടക്കാൻ തീരെ സാധ്യതയില്ലാത്ത കാര്യം. അത് പറയുമ്പോ ഈഫ് വേണം, സബ്ജക്റ്റ് വേണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. വെർബിന്റെ രണ്ടാമത്തെ ഫോം അഥവാ V2 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഒരു കോമ ഇട്ടിട്ട് വീണ്ടും സബ്ജക്റ്റ്, പിന്നെ വുഡ് ഉണ്ടായിരിക്കണം. നേരത്തെ വില്ലായിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോ വുഡാണ്. പിന്നെ വുഡിന് ശേഷം V1 തന്നെ ഇങ്ങോട്ട് ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങൾ അടുക്കി വെച്ചാൽ സെക്കൻഡ് കണ്ടീഷനായി. സെക്കൻഡ് കണ്ടീഷൻ എന്തിനാ ഉപയോഗിക്കുന്നത്? നടന്നിട്ടില്ലാത്തൊരു കാര്യത്തിന്റെ ഫലം പറയാൻ വേണ്ടി അല്ലെ?
അവൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്നൊക്കെ പറയാം. ഓക്കെ. ഇഫ് വി ലിവ്ഡ് നിയർ ദ സീ, കടലിനടുത്തായിരുന്നു നമ്മൾ താമസിച്ചിരുന്നതെങ്കിൽ we would swim every day, എല്ലാ ദിവസവും ഞങ്ങൾ നീന്തുമായിരുന്നു. we would swim every day, എല്ലാ ദിവസവും നമ്മൾ നീന്തുമായിരുന്നു. ആണോ? കടലിന്റെ അടുത്താണോ? കടലിന്റെ അടുത്ത് അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ, കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു. അതാണ് സെക്കൻഡ് കണ്ടീഷൻ. ഇനി ഈ സെക്കൻഡ് കണ്ടീഷനിൽ തന്നെ സബ്ജക്റ്റീവ് മോഡ് എന്ന് പറഞ്ഞൊരു വിഭാഗം കൂടി പഠിക്കാനുണ്ട്. അതും കൂടി നമുക്ക് ഈ സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ അല്ലേ, അതിലേക്ക് എത്തിയിട്ടില്ല. സെക്കൻഡ് കണ്ടീഷണലിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു കാര്യം പറയാൻ പോവാണ്. ഓക്കെ. സെക്കൻഡ് കണ്ടീഷണൽ വിത്ത് സബ്ജക്റ്റീവ് മോഡ് ടു ടോക്ക് അബൌട്ട്. ഇതും ഹൈപ്പോത്തറ്റിക്കൽ തന്നെയാണ്, ഭാവനയിലുള്ള കാര്യം തന്നെയാണ്. ഹൈപ്പോത്തറ്റിക്കൽ ഓർ അൺലൈക്ലി സിറ്റുവേഷൻസ് ഇൻ ദ പ്രസന്റ് ഓർ ഫ്യൂച്ചർ. അതിന്റെ സ്ട്രക്ചർ ഈ സെക്കൻഡ് കണ്ടീഷണലിന്റെ ജനറൽ സ്ട്രക്ചറിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഈഫ് വേണം, സബ്ജക്റ്റ് വേണം, പിന്നെ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈഫ് ഉണ്ട്, സബ്ജക്റ്റ് ചേർത്ത് വെച്ചു, പിന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം സബ്ജക്റ്റ് ഏതും ആയിക്കോട്ടെ, സിംഗുലർ ആയിക്കോട്ടെ, പ്ലൂരൽ ആയിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, സാധനമായിക്കോട്ടെ, ആരായാലും അവിടെ ക്രിയയുടെ സ്ഥാനത്ത് വേറെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് തെറ്റിച്ചേക്കരുത് കേട്ടോ. സബ്ജക്റ്റ് ഏതായാലും വേറെ മാത്രമേ ഉപയോഗിക്കാവൂ. കോമ, സബ്ജക്റ്റ് പ്ലസ്, പിന്നെ സെക്കൻഡ് കണ്ടീഷണലിന്റെ നോർമൽ സ്ട്രക്ചർ പോലെ തന്നെ സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് V1, ഇത്രയും കാര്യം ചേർത്ത് വെക്കണം. ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റേതുപോലെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസം എന്താന്ന് വെച്ചാല് അർത്ഥത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. മറ്റേ എന്തിനാ നോർമൽ ആയിട്ട് സെക്കൻഡ് കണ്ടീഷണൽ എന്തിനാ ഉപയോഗിക്കുന്നത്? നടന്നിട്ടില്ലാത്തൊരു കാര്യത്തിന്റെ ഫലം പറയാനാണ്, അല്ലെ? ഇത് എന്തിനാ ഉപയോഗിക്കുന്ന വെച്ചാൽ നമ്മുടെ ഉള്ളിലെ ചില ആഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഈ സബ്ജക്റ്റീവ് മൂഡാണ് ഉപയോഗിക്കേണ്ടത് സെക്കൻഡ് കണ്ടീഷണലില്. നമുക്കൊരു സെന്റൻസ് നോക്കാം. ഇഫ് ഐ വേർ റിച്ച് ഐ വുഡ് ബൈ എ മാൻഷൻ. ഞാൻ സമ്പന്നനായിരുന്നെങ്കിൽ, ഞാൻ പണക്കാരനായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു വലിയ മാളിക വാങ്ങിയേനെ. മാൻഷൻ എന്ന് പറഞ്ഞാൽ മാളിക എന്നാണ്. ഞാൻ സമ്പന്നനായിരുന്നെങ്കിൽ ഞാൻ ഒരു മാളിക വാങ്ങിയേനെ. ഞാൻ സമ്പന്നനാണോ? അല്ല, അതെന്റെ ഒരു ആഗ്രഹമാണ്. ദാരിദ്ര്യത്തിന്റെ ഏറ്റവും അറ്റത്തെ പടിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത് ആഗ്രഹിക്കുന്നത്, അല്ലേ? പണക്കാരനൊന്നും അല്ല. ഇഫ് ഷീ വെർ മോർ കെയർഫുൾ ഷീ വുഡ് അവോയ്ഡ് മിസ്റ്റേക്സ്. അവള് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധാലുവായിരുന്നെങ്കിൽ അവൾ ആ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് അകറ്റി നിർത്താൻ സാധിക്കുമായിരുന്നു. ഇഫ് ഹി വെർ ഹിയർ, അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അവൻ ഇവിടെ ഉണ്ടോ? ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. ഹി വുഡ് ഹെൽപ്പ് us, അവൻ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കുമായിരുന്നു. അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ സഹായിക്കുമായിരുന്നു. ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈഫ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്. ഇവിടെ സബ്ജക്റ്റ് ഇപ്പം ഇവിടെ നോർമലി ശ്രദ്ധിക്കേണ്ട, ഞാനിത് പറഞ്ഞു തരുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നോർമലി ഇവിടെ ഐക്ക് പകരം വാസ് ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇത് ഒരു നടക്കാത്ത നമ്മുടെ ഒരു ആഗ്രഹത്തെ കുറിച്ച് പറയുന്നത് കൊണ്ട്, നടക്കാൻ സാധ്യതയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാകണം, ഒരിക്കലും കടന്നു വരാത്ത വേറാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ അവിടെ ഐ വന്നു എന്ന് കരുതി ഉടനെ അവിടെ വാസ് ഉപയോഗിച്ചരുത്, അല്ലെ ഷീ വന്നു എന്ന് കരുതി അവിടെ വാസ് ഉപയോഗിക്കരുത്. അവിടെ വേറെ തന്നെ ഉപയോഗിക്കുക. വേറെ പ്ലൂരലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എല്ലാവരുടെയും കൂടെ വേറെ പോകും. ഈ ഒരു ചുറ്റുപാടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ഈ ഒരു സബ്ജക്റ്റീവ് മൂഡിൽ മാത്രമേ ഉള്ളൂ ആ പ്രത്യേകത. സാധാരണ സെന്റൻസ് കൊണ്ട് എഴുതരുതേ, ഇതിൽ മാത്രം. ഇതെന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് കണ്ടീഷണൽ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് ഇതിലേക്ക് പോകാം. തേർഡ് കണ്ടീഷണൽ എന്താണ്? തേർഡ് കണ്ടീഷണൽ, മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ടു ടോക്ക് അബൌട്ട് പാസ്റ്റ് ഈവൻറ്റ്സ്. ഭൂതകാലത്ത് നടന്ന സംഭവങ്ങളാണ്. എങ്ങനെയുള്ള സംഭവങ്ങളാ? ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ, നടന്നിട്ടില്ലാത്ത സംഭവങ്ങൾ. അതിനെ കുറിച്ച് പറയാനും അതിന്റെ ഇമാജിൻഡ് റിസൾട്ട്സ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഇങ്ങനെ ആയി മാറുമായിരുന്നു എന്നൊക്കെ നമ്മൾ റിഗ്രറ്റോടെ പറയൂലേ, അതിനാണ് തേർഡ് കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. ഈ തേർഡ് കണ്ടീഷൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന്റെ സ്ട്രക്ചർ ഈഫ് ഉണ്ടായിരിക്കണം, ഒരു സബ്ജക്ട് ഏതിനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് അതിനെപ്പറ്റി എഴുതുക, അതെഴുതുക, സബ്ജക്ട് എഴുതുക,
ശേഷം ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈഫും സബ്ജക്റ്റും എല്ലാ കണ്ടീഷനിലും ഉണ്ടായിരുന്നു. ഇവിടെ ഹാഡ് വേണം. ഹാഡിന് ശേഷം ഉപയോഗിക്കേണ്ടത് V1 V2 ഒന്നും അല്ല, അത് പൊട്ടത്തെറ്റാകും. V3 ഉപയോഗിക്കുക. ശേഷം ഒരു കോമ ഇടുക. പിന്നീട് വീണ്ടും സബ്ജക്റ്റ് പ്ലസ് വുഡ് ചേർക്കണം. ഇവിടെ എക്സ്ട്രാ ഒരാൾ വന്നിട്ടുണ്ട് ഹാവ്. പിന്നെ വീണ്ടും ക്രിയയുടെ V1 എന്നല്ല V3 തന്നെയാണ് ചേർക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തേർഡ് കണ്ടീഷണലിലെ സെന്റൻസുകൾ നിഷ്പ്രയാസം ഉണ്ടാക്കാം. ഒരു സെന്റൻസ് നമുക്ക് നോക്കാവേ. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ, ഞാൻ നന്നായി പഠിക്കുമായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് പാസ്ഡ് ദ ടെസ്റ്റ്, ഞാൻ ടെസ്റ്റ് പാസ്സാകുമായിരുന്നു. ഇതെന്തിനാണ് ഇംഗ്ലീഷിന്റെ ഈ ക്ലാസ് നിങ്ങൾക്കായി പ്രത്യേകം എടുത്തു തരുന്നതെന്ന് ചോദിച്ചാൽ, ഈ തേർഡ് കണ്ടീഷനിൽ ഇരുന്ന് ഡയലോഗ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. CGL എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് തേർഡ് കണ്ടീഷനിൽ ഇരുന്ന് ഞാൻ പഠിച്ചായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുമായിരുന്നു എന്നൊന്നും പരിഭവം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തേർഡ് കണ്ടീഷൻ നിങ്ങൾ ഇപ്പൊ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഈ നാളെ CGL എക്സാം കഴിഞ്ഞിരുന്ന് തേർഡ് കണ്ടീഷൻ ഉപയോഗിച്ച് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്ന് പറഞ്ഞ് പരിഭവം ഒന്നും പറഞ്ഞേക്കരുത്. അത് പറയാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. മനസ്സിലായോ? വർദ്ധിത വീര്യത്തോടെ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം. ഓക്കെ. If they had invited us, അവരെ വിളിച്ചായിരുന്നെങ്കിൽ we would have joined them, നമ്മൾ അവരുമായിട്ടൊന്ന് കൂടിയേനെ, നമ്മളൊന്ന് പോയേനെ, അല്ലെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തേനെ. എന്നെ വിളിച്ചൊന്നുമില്ല. വിളിച്ചില്ല. വിളിച്ചായിരുന്നെങ്കിൽ പോകുമായിരുന്നു എന്നാ പറഞ്ഞത്. If she had left earlier, നേരത്തെ സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ she would have caught the train, അവർക്ക് ട്രെയിൻ കിട്ടുമായിരുന്നേ. പക്ഷെ അവള് പോയോ? ഇല്ല, ട്രെയിൻ മിസ്സായി. ഇല്ല ആയിരുന്നെങ്കിൽ ഞാൻ +2 സയൻസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കോഴ്സ് പഠിക്കായിരുന്നു എന്ന് ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ പോയവരൊക്കെ ചിലപ്പോഴെങ്കിലും ആഗ്രഹിക്കാറുണ്ട്. ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ച ആളായതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത പലപ്പോഴായിട്ട് എന്നെ വരാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഇല്ല കേട്ടോ, ഇപ്പോ ഇല്ല. എനിക്കത് പിന്നീട് അതിന്റെ ഒരു ട്രാപ്പ് എനിക്ക് മനസ്സിലായി. ഓക്കെ. യെസ്, ഇവിടെ നോക്കി. ഈഫ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, ഹാഡ് ഉണ്ട്, പിന്നെ V3 ഉണ്ട്, പിന്നെ വീണ്ടും സബ്ജക്റ്റ് ഉണ്ട്, വുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, V3 ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ സ്ട്രക്ചർ കൃത്യമായിട്ട് പാലിച്ചിട്ടാണല്ലേ. ഓക്കെ. ഇനി അടുത്തത് സീറോ കണ്ടീഷണൽ. ഒന്നുമില്ല. സീറോ കണ്ടീഷണൽ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല് പ്രപഞ്ച സത്യങ്ങളെ കുറിച്ച് പറയാൻ, അല്ലെ എല്ലായിടത്തും ശരിയായിട്ടുള്ള, എല്ലാവർക്കും ശരിയായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളില്ലേ. ഉദാഹരണം, ഐസ്ക്രീം ചൂടാക്കിയാൽ, അല്ലെങ്കിൽ ഐസ് ചൂടാക്കിയാൽ അത് ഉരുകിപ്പോകും, അല്ലെ? എല്ലായിടത്തും ഇപ്പൊ അമേരിക്ക ചൂടാക്കിയില്ല, ഇവിടെ ചൂടാക്കിയില്ലല്ലോ, ഒന്ന് തന്നെയല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം. അങ്ങനെ എല്ലാം ആക്കിയാൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ സീറോ കണ്ടീഷണലിലാണ് പറയേണ്ടത്. സീറോ കണ്ടീഷണൽ സ്ട്രക്ചർ വളരെ എളുപ്പമാണ്. ഈഫ് വേണം, സബ്ജക്റ്റ് വേണം, V1 വേണം. അതാണ് കണ്ടീഷൻ. ഇങ്ങനെ ചെയ്താൽ ഇത് കോമ ഇട്ടിട്ട് വീണ്ടും എന്ത് സംഭവിക്കും എന്നുള്ളത് സബ്ജക്റ്റ് പ്ലസ് V1, ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1, സബ്ജക്റ്റ് പ്ലസ് V1. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാ, സിമ്പിൾ പ്രസന്റിലാ. If you heat ice, it melts. ഐസ് ചൂടാക്കിയാൽ അലിയും. അതിപ്പോ ആർക്കും അറിയാത്തത് സീറോ കണ്ടീഷനിൽ പറയാം. If the sun rises, സൂര്യൻ ഉദിച്ചാൽ ആകാശം പ്രകാശഭരിതമാകും. ആകാശത്ത് പ്രകാശം ഉണ്ടാകും. The sky becomes bright. ഇതൊരു ജനറൽ ട്രൂത്ത് ആണ്, അല്ലേ? അതുകൊണ്ട് അത് സീറോ കണ്ടീഷണലിൽ പറഞ്ഞിരിക്കുന്നു. ഇതാണ് 4 കണ്ടീഷണൽസ് എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രക്ചർ കൃത്യമായിട്ട് പഠിക്കണം. ഈ എക്സാമിന് എങ്ങനെയാ ചോദിക്കാന്ന് വെച്ചാല് ഈ സ്ട്രക്ചർ ചിലപ്പം തെറ്റായിട്ട് തരും. V2 വരേണ്ടടുത്ത് V3യും V3 വരേണ്ടടുത്ത് ഒരു പക്ഷെ V1 ഒക്കെ തരും. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ 4ന്റെയും സ്ട്രക്ചർ കൃത്യമായിട്ട് പഠിക്കും. വെർബ് ആണ് കൂടുതലായിട്ട് ഇതിൽ മാറ്റം വരുന്നത് എന്നതുകൊണ്ടാണ് വെർബിനോടനുബന്ധിച്ച് ഈഫ് ക്ലോസസ് പഠിപ്പിച്ചത്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഈഫ് ക്ലോസസ് പഠിച്ചു. ഇനി നമ്മൾ ഇന്റർവെല്ലൊന്നും ഇല്ലാതെ അടുത്ത ടോപ്പിക്കിലേക്ക്, ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. വെർബുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇൻവേർഷൻ. ദ റൂൾ ഓഫ് ഇൻവേർഷൻ. നമ്മൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ ധാരാളം നിയമങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലെ?
അതുപോലെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു നിയമമാണ് ഇൻവേർഷൻ. എന്താണ് ഇൻവേർഷൻ? ഒരു ചിത്രമൊക്കെ നിങ്ങൾക്ക് കാണാം. ഇൻവേർഷൻ നമ്മളിങ്ങനെ ഒരു സെന്റൻസ് എഴുതിയിട്ടേ, ഇപ്പൊ ഒരു സെന്റൻസ് ആണെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു സെന്റൻസ് എഴുതിയിട്ട് അടിയിൽ ഇങ്ങനെ ഒരു കുനിപ്പിടുന്നതിനെ, അടിയിൽ ഇങ്ങനെ ഒരു കുനിപ്പിട്ടില്ലേ, അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? കോമ എന്നാ വിളിക്കുന്നത് അല്ലെ? കോമ. ഒരു കോമ ഇട്ടെന്ന് പറയും അല്ലെ? സാധനങ്ങളുടെ ലിസ്റ്റ് ഒക്കെ എഴുതുമ്പോ ഇത് കോമ, 2 കോമ, 3 കോമ, അങ്ങനെ കോമ ഇട്ടു അല്ലെ? ഈ സെയിം കോമയെ തിരിച്ചിട്ടെന്ന് ആലോചിച്ച് നോക്കി. ഈ കോമയെ തിരിച്ച് ഇങ്ങനെ ഇട്ടാൽ അതെന്തായി? ഇങ്ങനെ ഇടാറില്ലേ നമ്മൾ? ഇതിനെ എന്ത് ഇതാന്നാ പറയുന്നേ? എന്ത് കോമ എന്നാ പറയുന്നേ? ഇൻവേർട്ടഡ് കോമ എന്നാ പറയുന്നത് അല്ലെ? നേരായിട്ട് കിടന്നപ്പോ കോമ എന്ന് മാത്രമായിരുന്നു, അത് തലതിരിച്ചിട്ടപ്പോ അത് ഇൻവേർട്ടഡ് കോമ എന്നായി. അപ്പം ഇൻവേർഷൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി, തലതിരിച്ചിടുക എന്നതാണ്. അത് തന്നെയാണ് ഇൻവേർഷൻ എന്ന നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആ കുരങ്ങിന്റെ ചിത്രം അറിയാം അല്ലെ? ഒന്നാമത്തേല് പയ്യൻ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ? പുള്ളിക്കാരൻ ഇങ്ങനെ നേരായിട്ട് നിൽക്കുകയാണ്. പക്ഷെ രണ്ടാമത്തെ ഇപ്പുറമുള്ള ചിത്രത്തിലോ തലതിരിഞ്ഞ് നിൽക്കുകയാണ്, ഇൻവേർട്ടഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇൻവേർട്ടഡ്, തലതിരിഞ്ഞ, ഇൻവേർഷൻ, തലതിരിയുക. നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, what is inversion? Inversion means changing the usual word order in a sentence. എന്താ ഒരു യൂഷ്വൽ വേർഡ് ഓർഡർ? സാധാരണ ഇംഗ്ലീഷിലെ ഒരു സെന്റൻസ് എങ്ങനെയാ കാണപ്പെടുന്നത്? എന്താ അതിന്റെ ലക്ഷണം? ഇങ്ങനെയല്ലേ കാണപ്പെടുന്നേ? SVO എന്നല്ലേ നമ്മൾ പറയാറ് സാധാരണ. സബ്ജക്റ്റ് അല്ലേ, ക്രിയ ചെയ്യുന്ന ആളാണ് ആദ്യം ഉണ്ടാവുക. അപ്പം അവൻ ഫുട്ബോൾ കളിക്കുക, മലയാളത്തിലും അങ്ങനെയാണ് പറയുന്നത്. അവൻ ഫുട്ബോൾ കളിക്കാൻ എങ്ങനെ പറയും? ഹി ഈസ് പ്ലേയിങ്. അവിടെ ഹി ആണ് സബ്ജക്റ്റ്. അപ്പം കളിക്കുക എന്നുള്ളത് പ്ലേയിങ് ആണ് വെർബ്, ക്രിക്കറ്റ് ആണ് ഒബ്ജക്റ്റ്. അവൻ ക്രിക്കറ്റ് എന്ത് കളിച്ചു എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം. അപ്പൊ സബ്ജക്റ്റ്, വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, ഇതാണ് നോർമൽ ഓർഡർ എന്ന് പറയുന്നത്. ഈ നോർമൽ ഓർഡറിനെ തിരിച്ചിടുന്ന പ്രവൃത്തിയാണ് ഇൻവേർഷൻ എന്ന് പറയുക. 2 സെന്റൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, ഐ ഹാവ് നെവർ സീൻ എ ലയൺ. ഞാനൊരു സിംഹത്തെ കണ്ടിട്ടേ ഇല്ല. ഐ ഹാവ് നെവർ സീൻ എ ലയൺ. ഇത് നേരായ ഓർഡർ അല്ലേ? സബ്ജക്റ്റ് ഐ ആണ്, വെർബായിട്ട് സീൻ ഉണ്ട്, ലയൺ ആണ് ഒബ്ജക്റ്റ്, SVO ഉണ്ട്. ഇത് നോർമലാ. പക്ഷെ നേരെ മറിച്ച് ഇൻവേർഷൻ പ്രകാരം സബ്ജക്റ്റ് വെർബ് എന്നാണെങ്കിൽ, സോറി, നോർമൽ ഓർഡർ പ്രകാരം സബ്ജക്റ്റ് വെർബ് എന്നാണെങ്കിൽ ഇൻവേർഷൻ പ്രകാരം വെർബ് പ്ലസ് സബ്ജക്റ്റ് അങ്ങനെയാണ് വരിക. വെർബിലാ തുടങ്ങുക. സാധാരണ സെന്റൻസ് സബ്ജക്റ്റിൽ തുടങ്ങുന്ന സമയത്ത് ഇൻവേർഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സെന്റൻസുകൾ തുടങ്ങുന്നത് വെർബിലാണ് എന്ന് മനസ്സിലാക്കുക. അത് പ്രകാരം എങ്ങനെ എഴുതുന്നറിയോ? നെവർ ഹാവ് ഐ സീൻ എ ലയൺ. ഞാനൊരു സിംഹത്തെ കണ്ടിട്ടേ ഇല്ല. നെവർ ഹാവ് ഐ സീൻ എ ലയൺ. ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ ചോദിക്കും, ഇത് നേരായിട്ടങ്ങ് പറഞ്ഞാൽ പോരെ, പിന്നെ എന്തിനീ വളച്ചു കെട്ടാൻ നിൽക്കുന്നത്? ഇത് മനുഷ്യന്മാർക്ക് ആകെ ഒരു പ്രശ്നമായല്ലേ? നമുക്ക് പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്തിനിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. നമ്മൾ ഈ ഇൻവേർഷൻ അറിയാതെയും അറിഞ്ഞും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പോലും നമ്മൾ ഇൻവേർഷൻ ഉപയോഗിച്ചിരുന്നു. പക്ഷെ നമുക്കത് ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ പേര് ഇൻവേർഷൻ ആണെന്നും വെർബ് മുമ്പിലാണ് വരുന്നതെന്നും നമുക്കത് വലിയൊരു പിടി ഉണ്ടായി. പക്ഷെ ഇപ്പം എന്നിരുന്നാൽ അതിന്റെ ഒരു ടെക്നിക്കൽ ടേം പഠിച്ചോളൂ. അതാണ് ഇൻവേർഷൻ. എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ. ഒന്നാമത്തെ ഉപയോഗം എന്താണ്? ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ. രണ്ടാമത്തെ ഉപയോഗം ഊന്നല് കൊടുത്ത് പറയാൻ, ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പറയാൻ. ഇവിടെ എന്തിനാന്നറിയോ ഈ നെവർ ആദ്യം ഇട്ടിട്ട് ഹാവ് ഒക്കെ ആദ്യം വരുന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത്? അത് ഊന്നല് കൊടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നെവറിൽ തുടങ്ങുമ്പോ ഞാൻ ഒരിക്കലും എന്ന വാക്കിന് ഒരു എക്സ്ട്രാ പ്രാധാന്യം കിട്ടുന്നുണ്ട്. ഞാൻ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല എന്ന് കുറച്ചുകൂടി ഊന്നല് കൊടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെ അർത്ഥം മാറുന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ അർത്ഥം മാറുന്നില്ല, പക്ഷെ ടോണ് മാത്രമേ മാറുന്നു. കുറച്ചും കൂടി ഒരു എംഫസിസ് കിട്ടുന്നുണ്ട്. അതിനാണ് ഇൻവേർഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ചോദ്യം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ കണ്ടു ചോദ്യം ഉണ്ടാക്കുന്നത്. അത് നമുക്ക് നോക്കാം. കണ്ടോ? ചോദ്യം ഉണ്ടാക്കാൻ എപ്പോഴും ഓക്സിലറി വെർബിന് ആരുടെ മുമ്പിലിടും? സബ്ജക്റ്റിന്റെ മുമ്പിലിടൂലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? അപ്പൊ അത് ഇൻവേർഷൻ ആണ്.
അങ്ങനെ ഇടുന്ന പ്രവൃത്തിയാണ് ഇൻവേർഷൻ എന്ന് പറയാം. അല്ലാണ്ട് വലിയൊരു നമുക്ക് അറിയാത്ത കോൺസെപ്റ്റ് ഒന്നല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ ഒരു ടെക്നിക്കൽ ടേം പഠിക്കുന്നു എന്ന് മാത്രം കേട്ടോ. ഉദാഹരണം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ യു പ്ലേ ക്രിക്കറ്റ്, ഡു യു പ്ലേ ക്രിക്കറ്റ്. എന്തുകൊണ്ടാണ് ഡു പുറത്തെടുത്തേ? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു. പ്ലേ അതിന്റെ ഏറ്റവും ബേസ് ഫോമിലാണെങ്കിൽ അതിന്റെ കൂടെ ഡു ഉണ്ടാവും. ഇവിടെ എന്തുകൊണ്ടാണ് ഡസ് പുറത്തെടുത്തത്? കാരണം നമുക്കറിയാം ക്രിയയുടെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഡസിന്റെ സാന്നിധ്യം ഉണ്ടാകും. ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി ഡസിനെ ഓക്സിലറി വെർബിനെ സബ്ജക്റ്റിന് മുമ്പിൽ ഇടേണ്ടത് കൊണ്ട് ഡസിനെ നമ്മൾ അതിന് മുമ്പിൽ ഇട്ടു. ഇറ്റ് ബിക്കെയിം എ ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനൊന്നും നിങ്ങളെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി വിശദമായിട്ട് കണ്ടതാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആ പരിപാടിനെ ഇൻവേർഷൻ ആണ് പറയുക. നമുക്ക് പഠിക്കാനുള്ളത് നെഗറ്റീവ് വേർഡ്സ് ഉള്ള സെന്റൻസുകളെ. നേരത്തെ നമ്മൾ ഒരെണ്ണം കണ്ടു, ഐ ഹാവ് നെവർ സീൻ. അതിൽ നെവർ ഒരു നെഗറ്റീവ് വേർഡ് ആണ്. ആ നെഗറ്റീവ് വേർഡ് ഉള്ളത് കൊണ്ടാണ് അതിനെ ഇൻവേർഷൻ പ്രകാരം മാറ്റി എഴുതാൻ സാധിച്ചത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവ് വേർഡ്സ് ഉണ്ടോ നമുക്ക് ആ സെന്റൻസിനെ ഇൻവേർഷൻ പ്രകാരം വെർബ് സബ്ജക്റ്റിന് മുമ്പിൽ വരത്തക്ക രീതിയിൽ മാറ്റി എഴുതാം. പ്രൊവൈഡഡ് ദാറ്റ് there should be a negative word. ആ സെന്റൻസിൽ ഒരു നെഗറ്റീവ് വേർഡ് ഉണ്ടായിരിക്കും. നെഗറ്റീവ് വേർഡ് ഇല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല, ചോദ്യമായിട്ട് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഊന്നൽ കൊടുത്ത് പറയുന്ന സാഹചര്യങ്ങളിൽ നെഗറ്റീവ് വേർഡ് ഉള്ളപ്പോൾ പറയാം. നെഗറ്റീവ് വേർഡോ അല്ലെങ്കിൽ ഫ്രേസോ ആകാം കേട്ടോ. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള നെഗറ്റീവ് വേർഡ്. നമുക്ക് ആദ്യം നെഗറ്റീവ് വേർഡ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഇംഗ്ലീഷിലെ നെഗറ്റീവ് വേർഡ്സ് എന്ന ഓമന പേരുള്ള വാക്കുകളാണ് ഈ റെഡ് ഫോണ്ടിൽ ഒരു ലിസ്റ്റ് എന്ന വണ്ണം ഞാൻ കൊടുത്തിട്ടുള്ളത്. Never, rarely, hardly, scarcely, little, not until, no sooner, only then, under no circumstances, at no time, in no way, on no account, not once, no longer, nowhere, nor not on. ഇതിനൊക്കെയാണ് നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് വേർഡ്സ് ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇൻവേർഷൻ പ്രകാരം അതിനെ തിരിച്ച് എഴുതുമ്പോ, മറിച്ചെഴുതുമ്പോ ഈ സ്ട്രക്ചർ ആണ്, ഇത് ഈ കറുപ്പ് മഷി കൊടുത്തിരിക്കുന്ന ഈ സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് അറിയാം. നെഗറ്റീവ് വേർഡുള്ള ഒരു സെന്റൻസ് നമുക്ക് കിട്ടുക എന്ന് വിചാരിക്കട്ടെ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിലെ നെഗറ്റീവ് വേർഡ്, അതായത് ഈ പറഞ്ഞ ആൾക്കാരിൽ ഏതെങ്കിലും ഒരാൾ അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആദ്യം എടുത്ത് എഴുതുക. ശേഷം ഏത് ടെൻസ് ആണോ ടെൻസ് നോക്കുക. അപ്പം ഓക്സിലറി വെർബ് അതെടുത്ത് എഴുതുക. ഇനി ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ, ഇപ്പം ഡു ഡസ് ഒക്കെ പോലെ ഒളിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ പുറത്തിട്ടാണെങ്കിലും ഈ നെഗറ്റീവ് വേർഡ് ആദ്യം എഴുതുക, ശേഷം ഓക്സിലറി വെർബ് എഴുതുക. നോക്കിക്കേ, നെഗറ്റീവ് വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് രണ്ടിലേതെങ്കിലും ഒന്നാണ്, അത് ആദ്യം എഴുതുക. ശേഷം അതിന്റെ കൂടെ ഓക്സിലറി വെർബ് എഴുതുക. അതിനുശേഷമാണ് സബ്ജക്റ്റ്, സബ്ജക്റ്റിന് ശേഷമാണ് മെയിൻ വെർബ്. ഈ എല്ലാ തലതിരിഞ്ഞ ഓർഡറിലാണ് ഇൻവേർഷൻ പ്രകാരം ഈ നെഗറ്റീവ് വേർഡ്സ് ഉള്ള സെന്റൻസുകളെ തലതിരിച്ചെഴുതട്ടെ. നമുക്കൊന്ന് നോക്കാം. ഇതാ നെഗറ്റീവ് വേർഡ് ഉള്ള സെന്റൻസുകളെ അല്ലെങ്കിൽ ഫ്രേസ് ഉള്ള സെന്റൻസുകളെ എങ്ങനെ നെഗറ്റീവ് ആക്കി എന്നുള്ളതാണ്. നോർമൽ ആയിട്ട് ഐ ഹാവ് നെവർ സീൻ സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞാനത് കണ്ടിട്ടേ ഇല്ല എന്ന് ഊന്നല് കൊടുത്ത് പറയുന്ന സാഹചര്യങ്ങളിൽ ഇൻവേർഷൻ ഉപയോഗിക്കാം. നമ്മൾ ആദ്യം എന്താ വേണ്ടത്? സ്ട്രക്ചർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, മറന്നു പോകാതിരിക്കാൻ വേണ്ടി. നെഗറ്റീവ് വേർഡ് ആണ് ആദ്യം നോക്കേണ്ടത്. ഇവിടെ ഏതാ നെഗറ്റീവ് വേർഡ്? ഇതാണല്ലേ, ഇതാണ് നെഗറ്റീവ് വേർഡ്. ഇതിനെ ആദ്യം എടുത്ത് ഇവിടെ അങ്ങ് എഴുതി. ഓക്കെ, ആദ്യം എന്താ എഴുതി? നെഗറ്റീവ് വേർഡ് എഴുതി. ഓക്കെ, ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് ആരൊക്കെയാണ് നമ്മൾ പഠിച്ചു? മെയിൻ വെർബിന്റെ കൂടെയാണ് അവരുടെ സ്ഥാനം എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതിൽ ഓക്സിലറി വെർബ് ഏതാ? സീനിന്റെ കൂടെ ആരാ ഉള്ളത്? ഹാവ് ഉണ്ടല്ലേ, ഹാവ്. അപ്പൊ ഹാവ് അതെടുത്ത് അങ്ങനെ എഴുതി. ഓക്കെ, ഓക്സിലറി വെർബും ആയി. പിന്നെ ആരാ നമുക്ക് വേണ്ടത്? സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് ഞാനാണ്, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഐ. അപ്പൊ ഐ എടുത്ത് അങ്ങനെ എഴുതി. ഇവിടെ കാണുക എന്നുള്ളതാണ് ക്രിയ. ആ ക്രിയയുടെ മെയിൻ വെർബ് അങ്ങ് എടുത്ത് എഴുതുക. മെയിൻ വെർബ് സീൻ ആണ്, അതേപടി ഇങ്ങനെ എഴുതുക, സീ. പിന്നെ ബാക്കിയുള്ള ആ സെന്റൻസിന്റെ ബാക്കി ഭാഗം കൂടി എഴുതി വെച്ചാൽ ഇൻവേർഷൻ ആയി. ആദ്യം നെഗറ്റീവ് വേർഡ് അല്ലെങ്കിൽ ഫ്രേസ്,
ശേഷം ഓക്സിലറി വെർബ്, ശേഷം സബ്ജക്ട്, അതിന് ശേഷം മാത്രമേ മെയിൻ വെർബിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവിടെ നോക്കിയേ, ഷീ റയർലി, നമ്മൾ ആദ്യം നോക്കേണ്ടത് റയർലി എന്ന് പറഞ്ഞ നെഗറ്റീവ് വേർഡാണ്. നെഗറ്റീവ് വേർഡ് അറിയില്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള സ്ലൈഡിലെ ആ നെഗറ്റീവ് വേർഡ്സ് കാണാതെ പഠിക്കുക. റയർലി ആദ്യം എഴുതി, ഓക്കെ, അതും ഫുൾഫിൽ ആയി. പിന്നെ ഓക്സിലറി വെർബ് നോക്കുക, അവിടെ V1 V2 V3 പോകുന്ന മെയിൻ വെർബ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, ഓക്സിലറി വെർബ് ഞാൻ കാണുന്നില്ല. അങ്ങനെ ഇല്ലെങ്കിൽ ഉണ്ടാവും, നമ്മൾ പഠിച്ചതല്ലേ, ഇല്ലെങ്കിൽ ഉണ്ടാവും. ഇപ്പൊ ഗോസിന്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ ക്രിയ അതിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ചേർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ആരുണ്ടാവും പഠിപ്പിച്ചേ? ഡസ് ഉണ്ടാവും. ആ ഡസ്, അപ്പൊ ഓക്സിലറി വെർബ് കിട്ടിയില്ലേ? അയാളെ ഇങ്ങോട്ട് പുറത്തെടുത്താൽ മതി. ഡസിനെ ഇങ്ങോട്ട് പുറത്തെടുത്ത് ഇവിടെ എഴുതി. പിന്നെ സബ്ജക്ട് ആരാ? ഷീ ആണ്. ഷീ ആണ് സബ്ജക്ട്, അതും എടുത്തെഴുതി. പിന്നെ മെയിൻ വെർബ് അവിടെ ഗോസ് ആണ്, പക്ഷെ നമ്മൾ ഈ ഡസിനെ പുറത്തെടുത്തുകൊണ്ട് പിന്നെ ഗോസിന് ആയുസില്ല, എക്സിസ്റ്റൻസ് ഇല്ല, നിലനിൽപ്പില്ല. പിന്നെ ഗോ മാത്രമേ ഉള്ളൂ. ഗോ പ്ലസ് ഡസ് ആണല്ലോ ഗോസ് ആയി മാറുന്നത്. അപ്പൊ പിന്നെ ഗോ മാത്രം, അതിങ്ങനെ എഴുതി വെക്കുക. പിന്നെ ബാക്കി സെന്റൻസിന്റെ ഭാഗം കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇൻവേർഷനായി. റയർലി ഡസ് ഷീ ഗോ ഔട്ട് ഓൺ വീക്കെൻഡ്സ്. അടുത്തത് ഇനി സിമ്പിൾ പാസ്റ്റിലുള്ള ഒരെണ്ണമാണ്. ഇങ്ങനെ ചെയ്യൂ നോക്കാം. He knew little the consequences of his actions. അവന്റെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലങ്ങളെ പറ്റി അവന് വലിയ അറിവുണ്ടായിരുന്നില്ല. നെഗറ്റീവ് വേർഡാണ് ലിറ്റിൽ. ഐ ഹാവ് ലിറ്റിൽ നോളജ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിവില്ല എന്നാണ് അർത്ഥം. ലിറ്റിൽ നെഗറ്റീവ് വേർഡാണ്, ഇല്ല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. അല്ലാണ്ട് കുറച്ച് എന്നല്ല. കുറച്ച് എന്ന് പറയാൻ എ ലിറ്റിൽ എന്ന് എടുത്തു തന്നെ പറയണം, എ കൂടെ കൂട്ടണം. എ ഇല്ലാത്ത ലിറ്റിൽ നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഇവിടെ നെഗറ്റീവ് വേർഡ് ലിറ്റിൽ ആണ്, ലിറ്റിൽ എടുത്ത് എഴുതി. പിന്നെ നമുക്ക് വേണ്ടത് ഓക്സിലറി വെർബ് ആണ്. പക്ഷെ ഞാൻ അവിടെ ഒരു ഓക്സിലറി വെർബ് ഡൂവിന്റെ ആവിന്റെ ഒന്നും കാണുന്നില്ല. പക്ഷെ ഞാൻ അവിടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോ ക്രിയ ഉള്ളത് V2 ഫോമിലാണ്. കാരണം നോ അതിന്റെ V2, ന്യൂ അതിന്റെ V3 ആണ് നോൺ. അപ്പൊ ക്രിയ അതിന്റെ V2 രൂപത്തിലുള്ള ന്യൂവിലാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു, ക്രിയ അതിന്റെ V2 രൂപത്തിലാണെങ്കിൽ ധൈര്യപൂർവ്വം ഏത് ഉപയോഗിക്കാം? ഡിഡ് ഉപയോഗിക്കാം. ഡിഡിനെ ഇങ്ങനെ പുറത്തെടുത്തു. അതിന്റെ ഇതിന്റെ ഉള്ളിലുണ്ട്, ആശാൻ ഇതിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് ആരെ പുറത്തെടുത്തു? ഡിഡിനെ പുറത്തെടുത്ത് ഇവിടെ എഴുതി. അപ്പൊ ഓക്സിലറി വെർബുമായി. പിന്നെ വേണ്ടത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ഹി ആണ്, അത് എഴുതി. അവൻ അറിയില്ലെന്നല്ല പറഞ്ഞത്. പിന്നെ വീണ്ടും ഇവിടെ ന്യൂ എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? പാടില്ല. കാരണം നോ പ്ലസ് ഡിഡ് ആണ്, അല്ലെങ്കിൽ ഡിഡ് പ്ലസ് നോ ആണ് ന്യൂ ആയി മാറുന്നത്. വൺസ് നമ്മൾ ഡിഡിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നോ മാത്രമേ ഉള്ളൂ, മറ്റേ ആശാന് നിലനിൽപ്പില്ല. അത് എഴുതി. പിന്നെ സെന്റൻസിന്റെ ബാക്കിയും കൂടി എഴുതിയാൽ ഇൻവേർഷനായി. ഓക്കെ, ഇൻവേർഷൻ പഠിച്ച സ്ഥിതിക്ക് ഇതൊന്ന് എഴുതിക്കേ. ഇതൊന്ന് വേഗം ചെയ്യുക, ഇപ്പൊ ചെയ്യണ്ട. ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വർക്ക്ഷീറ്റ് കാണാൻ പറ്റുമല്ലോ. പോസ് ചെയ്തിട്ട് ഈ ഇൻവേർഷൻ ചെയ്യുക. ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. ഹി റയർലി വിസിറ്റ്സ് ദ ലൈബ്രറി ഓൺ വീക്കെൻഡ്സ്. അതെന്ത് പറയുന്നറിയോ? റയർലി ആണ് നെഗറ്റീവ് വേർഡ്, അത് ആദ്യം എഴുതി. പിന്നെ വേണ്ടത് ഓക്സിലറി വെർബ് ആണ്. ഇവിടെ വിസിറ്റ്സ് ആണ് ഉള്ളത്. ഓക്സിലറി വെർബ് ഇല്ല, ഉണ്ടാക്കണം. വിസിറ്റ്സ്, വിസിറ്റ്സ് എന്നാണ് അവസാനിക്കുന്നത്. എസ്സിൽ അവസാനിക്കുന്നതാണെങ്കിൽ അതിന്റെ കൂടെ ഡസ് ഉണ്ടാവും വിചാരിക്കാം. ഡസ് എടുത്ത് എഴുതി, ഓക്സിലറി വെർബ് ആയി. പിന്നെ സബ്ജക്റ്റ് ആണ്, സബ്ജക്ട് ഹി ആണ്, അത് എടുത്തെഴുതി. ഡസ് ഷീ. പിന്നെ വീണ്ടും ക്രിയ ആണ് എഴുതേണ്ടത്. ക്രിയ ഡസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വിസിറ്റ്സ് എഴുതണ്ട, വിസിറ്റ്. പിന്നെ ബാക്കി സെന്റൻസിന്റെ ബാക്കിയും കൂടി എഴുതിയാല് ലൈബ്രറി ഓൺ വീക്കെൻഡ്സ്. കറക്റ്റ്. കണ്ടോ? നിങ്ങളും ബാക്കി എഴുതണേ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവേർഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 3 ശൈലികളാണ്. ഈ ശൈലികളുടെ അടിസ്ഥാനം ഇൻവേർഷൻ ആണ്. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആ 3 ശൈലികളാണ് ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ, നോ സൂണർ ദാൻ. ഹാർഡ്ലിയുടെയും സ്കേഴ്സ്ലിന്റെയും കൂടെ വെൻ ആണ്, നോ സൂണറിന്റെ കൂടെ ദാൻ ആണ്. എന്തുകൊണ്ട് എടുത്തു പറയുന്നത് വെച്ചാൽ ആവശ്യമുണ്ട്. ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാല്
These structures highlight that one action happened immediately after another. ഒരു കാര്യം സംഭവിച്ച ഉടനെ തൽക്ഷണം മറ്റൊന്ന് സംഭവിച്ചു എന്ന് പറയുന്ന സെന്റൻസുകളിലാണ് ഈ ഹാർഡ്ലി വെന്നും സ്കേഴ്സ്ലി വെന്നും നോ സൂണർ ദാനും ഉപയോഗിക്കുന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഒരു കാര്യം സംഭവിച്ച ഉടനെ മറ്റൊരു കാര്യം സംഭവിച്ചു എന്ന് കാണിക്കാൻ. ക്ലിയർ ആയോ? ഓക്കെ. ഒരു എക്സാമ്പിൾ. നോ സൂണർ ഹാഡ് ഐ ഫിനിഷ്ഡ് മൈ മീൽ ദാൻ ദ ഫോൺ റാങ്. ഞാൻ എന്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ എന്റെ ഫോൺ അടിച്ചു. നോ സൂണർ ഹാഡ് ഐ ഫിനിഷ്ഡ് മൈ മീൽ. ഞാൻ എന്റെ ഭക്ഷണം കഴിച്ച ഉടനെ എന്ത് സംഭവിച്ചു? ദാൻ ദ ഫോൺ റാങ്. എന്റെ ഫോൺ അപ്പോഴെ കഴിച്ചു കഴിഞ്ഞില്ല, കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി എണീറ്റപാടെ എന്റെ ഫോൺ അടിച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ചില സ്റ്റെപ്സ് പാലിച്ചാൽ നമുക്കിത് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇതിന്റെ കോമൺ സ്ട്രക്ചർ മുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് എഴുതണം? ഹാർഡ്ലി, സ്കേഴ്സ്ലി, നോ സൂണർ എന്നീ മൂന്നെണ്ണം എഴുതണ്ട. മൂന്ന് ശൈലികളാണ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. മൂന്ന് ഉപയോഗിക്കുന്നത് ഒരു കാര്യത്തിനാണ്, പക്ഷെ മൂന്നും ഡിഫറെന്റ് ആണ് മാത്രം. മൂന്ന് ഉപയോഗിക്കുന്നത് ഒരു കാര്യത്തിനാണ്, ഒന്നിനു ശേഷം മറ്റൊന്ന് സംഭവിച്ചു എന്ന് കാണിക്കാൻ. അപ്പൊ അത് മൂന്നെണ്ണം എഴുതേണ്ട ആവശ്യമില്ല. മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മതി, നിങ്ങളുടെ ഇഷ്ടം. ഹാർഡ്ലി അല്ലെങ്കിൽ സ്കേഴ്സ്ലി അല്ലെങ്കിൽ നോ സൂണർ ആദ്യം എഴുതുക, ശേഷം ഹാഡ് എഴുതുക, അതിനുശേഷം സബ്ജക്റ്റ് പ്ലസ് V3, പിന്നെ വെന് അല്ലെങ്കിൽ ദാന്. ഇവിടെ ഹാർഡ്ലി ആണ് ആദ്യം എഴുതിയെങ്കിൽ വെന് ഉപയോഗിക്കണം, സ്കേഴ്സ്ലി ആണ് എഴുതിയതെങ്കിലും വെന് ഉപയോഗിക്കണം. ഇനി നിങ്ങൾ ആദ്യം എഴുതിയത് നോ സൂണർ ആണെങ്കിൽ അവിടെ ഇപ്പുറം വെന്നല്ല ഉപയോഗിക്കേണ്ടത്, ദാനാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് വെൻ ഓർ ദാൻ എന്ന് കൊടുത്തിരിക്കുന്നത്. മറ്റ് രണ്ടെണ്ണം ആണെങ്കിൽ വെന്നും, നോ സൂണറിലാണ് തുടങ്ങിയതെങ്കിൽ ദാനും ഉപയോഗിക്കുക. ശേഷം രണ്ടാമത് നടന്നത് ഏതാണോ ആ കാര്യം പറയുക. സ്റ്റെപ്പ് നമ്പർ 1, നമ്മൾ ആദ്യം എന്തെഴുതണം? ഇതാണ് നമുക്ക് ഈ സെന്റൻസിനെയാണ് നമുക്ക് ഈ മൂന്ന് ശൈലികൾ ഉപയോഗിച്ച് പറയേണ്ടത്. ഇവിടെ ഞാൻ നോക്കിയേ, ഏതാ സെന്റൻസ്? ഒറിജിനൽ സെന്റൻസ് ഏതാ? ഇതിനെയാണ് നമുക്ക് ഈ മൂന്ന് ശൈലികളിലേക്ക് മാറ്റേണ്ടത് കേട്ടോ. I had just finished my homework. Suddenly the phone rang. ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്ത് തീർത്തതേ ഉള്ളൂ, അപ്പോഴേക്കും പെട്ടെന്ന് ഫോൺ അടിച്ചു. ഞാൻ ചെയ്ത് തീർത്തിട്ട് ഇങ്ങനെ എണീറ്റേ ഉള്ളൂ, അപ്പോഴേക്കും ഫോൺ അടിച്ചു. ഇതാണ് നമുക്ക് ഈ മൂന്ന് ശൈലികൾ പ്രകാരം എഴുതേണ്ടത്. എങ്ങനെ എഴുതേണ്ടത് നോക്കാം. ആദ്യം ഹാർഡ്ലി, സ്കേഴ്സ്ലി, നോ സൂണർ, ഈ മൂന്ന് ശൈലികളിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. ഞാനിപ്പോ ഇവിടെ ആദ്യം മൂന്ന് രീതിയിൽ എഴുതുന്നുണ്ട്. ഞാൻ ഹാർഡ്ലിയിലും എഴുതി, സ്കേഴ്സ്ലിയിലും എഴുതി, നോ സൂണറിലും എഴുതി. അത് മൂന്നും ആദ്യം ഇവിടെ എഴുതി. ഓക്കെ. ശേഷം ആദ്യം നടന്ന പ്രവൃത്തി ഹാഡ് ആദ്യം വരത്തക്ക രീതിയിൽ മാറ്റി എഴുതുക. ഇൻവേർഷൻ പ്രകാരം ആദ്യത്തെ എഴുതണം. ആദ്യത്തെ ഏത് പ്രകാരം? നോർമൽ ഓർഡറിലാണോ എഴുതേണ്ടത്? ഐ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്താകും? ഹാഡ് ഐ ഫിനിഷ്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്താകും? കാരണം ഇൻവേർഷൻ പ്രകാരമാണ് ആദ്യം നടന്ന പ്രവൃത്തി എഴുതേണ്ടത്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, നോ സൂണർ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക. പിന്നീട് ആദ്യം നടന്ന പ്രവൃത്തി ഇൻവേർഷൻ പ്രകാരം, അതായത് വെർബ് സബ്ജക്റ്റിന് മുന്നിൽ വരത്തക്ക രീതിയിൽ മാറ്റി എഴുതുക. അത് പ്രകാരം ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കിയേ. ഹാർഡ്ലി ഹാഡ് ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്, സ്കേഴ്സ്ലി ഹാഡ് ഐ എന്റേർഡ് ദ റൂം, നോ സൂണർ ഹാഡ് ഐ എന്റേർഡ് ദ റൂം. കണ്ടോ? ഇവിടെ നമുക്ക് തൽക്കാലം ഇത് മാത്രം കൊടുക്കാം. ബാക്കി വേറെ ഏതോ സെന്റൻസ് ആണ്, ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ. ഹാർഡ്ലി ഹാഡ് ഐ ഫിനിഷ്ഡ്, അല്ലെങ്കിൽ സ്കേഴ്സ്ലി ഹാഡ് ഐ, അല്ലെങ്കിൽ നോ സൂണർ ഹാഡ് ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. പിന്നെ എന്താ സ്റ്റെപ്പ് നമ്പർ 3 എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പ്രവൃത്തി പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യം കഴിഞ്ഞു. ഇനി ദാന് അല്ലെങ്കിൽ വെന് ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത് നടന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിൽ പറയണം. സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് 4 ഞാൻ ഒന്നിപ്പിച്ചു. മനസ്സിലായോ? ഇവിടെ ഞാൻ ഒന്നെങ്കിൽ വെന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ദാൻ
ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചതിന് ശേഷമാണ് രണ്ടാമത് നടന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിൽ പറയേണ്ടത്. ഇനിയിപ്പോ നിങ്ങൾ ഹാർഡ്ലി അഥവാ സ്കേഴ്സ്ലിയിലാണ് തുടങ്ങിയതെങ്കിൽ രണ്ടാമത്തെ കാര്യം പറയാൻ വേണ്ടി വെൻ ഉപയോഗിക്കണം. നിങ്ങൾ ഇനി നോ സൂണറിലാണ് തുടങ്ങിയതെങ്കിൽ നിങ്ങൾ രണ്ടാമത് നടന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് ദാനും ഉപയോഗിക്കണം. അതാണ് അതിന്റെ ഒരു നിയമം. ഇവിടെ ഞാൻ രണ്ട് രീതിയിൽ എഴുതാം. HW എന്ന് കൊടുക്കണ്ടോ ഹോംവർക്ക്. ഇവിടെ ഹാർഡ്ലി തുടങ്ങിയോണ്ട് ഞാൻ ഇവിടെ വെൻ ഉപയോഗിച്ചു. വെൻ ദ ഫോൺ റാങ്. കണ്ടോ, ഞാൻ എന്റെ പഠനം പൂർത്തിയാക്കിയപ്പോഴേക്കും ബെല്ലടിച്ചു. ദ ഫോൺ റാങ്. സ്കേഴ്സ്ലിയിലും ഹാർഡ്ലിയിലും തുടങ്ങിയ വെന്ന ഉപയോഗിക്കണ്ട. ഇവിടെ ഞാൻ വെൻ ഉപയോഗിച്ചിട്ടല്ലേ രണ്ടാമത്തെ കാര്യം പറഞ്ഞത്. ഇനിയിപ്പോ അത് നോ സൂണറിലാണെങ്കിൽ no sooner had I finished my homework. ഇവിടെ വെന്നല്ല, പകരം ദാനാണ് ഉപയോഗിക്കേണ്ടത്. Than the phone rang. മനസ്സിലായോ എന്തിനാ ഉപയോഗിക്കുന്നത്? ഒരു കാര്യം നടന്നതിന് ശേഷം തൊട്ടടുത്ത് മറ്റൊരു കാര്യം സംഭവിച്ചു എന്ന് കാണിക്കാം. ഏതൊക്കെയാ ശൈലികൾ? ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ, നോ സൂണർ ദാൻ. അത് ഉപയോഗിക്കാനുള്ള 4 സ്റ്റെപ്സും ഇപ്പോ പഠിപ്പിച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു 3 സെന്റൻസുകൾ ഞാനിത് വർക്ക്ഷീറ്റിന്റെ ഭാഗമായിട്ട് തന്നിട്ടുണ്ട്. അതൊന്ന് ചെയ്ത് നോക്കി. ഒരെണ്ണം ഞാൻ ചെയ്യാം. ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ മീൽ. അതെന്താവും? ആദ്യം നടന്ന പ്രവൃത്തി ഞാൻ മീല് ഫിനിഷ് ചെയ്തു എന്നാണ്. അതിന് ശേഷമാണ് ഡോർ ബെല്ല് അടിച്ചത്. അപ്പം ആദ്യം ഞാനിപ്പോ ഇവിടെ നോ സൂണർ വെച്ചാണ് തുടങ്ങുന്നത്. നോ സൂണർ ഇൻവേർഷൻ പ്രകാരമാണ് എഴുതേണ്ടത്. അതുകൊണ്ട് സബ്ജക്ട് ഓക്സിലറി വെർബ് ആദ്യം വരത്തക്ക രീതിയിൽ എഴുതി. സബ്ജക്റ്റിന് മുമ്പിൽ ഹാഡ് ഐ പിന്നെ ഇവിടെ അത്രയും വരെ ആയി. ഞാൻ തീർത്തപ്പോഴേക്കും അടുത്ത കാര്യം സംഭവിച്ചു എന്ന് പറയണം. രണ്ടാമത് നടന്ന കാര്യം പറയാൻ വേണ്ടി ഇപ്പൊ നോ സൂണറിൽ തുടങ്ങിയത് കൊണ്ട് ദാൻ ഉപയോഗിക്കണം. ദാൻ ശേഷം രണ്ടാമത്തെ കാര്യം പറയാം. എന്താ സംഭവിച്ചേ? എന്റെ ഡോർബെൽ റാങ്. എന്താ എഴുതിയാൽ മതി. ഓക്കെ, ഇതാണ് ഇൻവേർഷനുമായിട്ട് ബന്ധപ്പെട്ട 3 ശൈലികളും. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ നമ്മള് 2 ഭാഗങ്ങളായിട്ടാണ് വേർബ്സിനെ സംബന്ധിച്ച ഈ ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് മെയിൻ വേർബ്സിനെ പറ്റി പഠിച്ചു. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ചത് സഹായക ക്രിയകളാണ്, എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും അതിന്റെ ഒപ്പം തന്നെ സഹായക ക്രിയകളുടെ വിവിധ വിഭാഗങ്ങളെ പറ്റിയും പഠിച്ചല്ലേ. പ്രൈമറി ഓക്സിലറീസിന്റെ ഉപയോഗം അത് ഏതൊക്കെയാണെന്നും, പിന്നെ അതുപോലെ തന്നെ മോഡൽ വേർബ്സ് അതിന്റെ ഉപയോഗം, ഏറ്റവും അവസാനമായി സെമി മോഡൽ വേർബ്സ്, അതിനുശേഷം വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വേർബ്സിനോട് തന്നെ ചേർത്ത് പഠിക്കാൻ സാധിക്കുന്ന ഇൻവേർഷനും ഈഫ് ക്ലോസസും. ഇതിലെ നിയമങ്ങളൊക്കെ വളരെ വിശദമായിട്ട് എക്സാമ്പിൾ സഹിതം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കടമ എന്ന് പറയുന്നത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക, നല്ല ഹോംവർക്ക് ചെയ്യണം. എനിക്ക് ഇതില് കൊള്ളിക്കാവുന്ന എക്സാമ്പിൾസിന് ഒരു പരിധിയുണ്ട് അല്ലെ. ഈ സ്ലൈഡില് കൂടി പോയ ഒരു 4-5 ചോദ്യങ്ങൾ കൊള്ളും അല്ലെ. അതിന് കൊള്ളാവുന്ന അത്രയും എക്സാമ്പിൾസ് ഞാൻ കൊള്ളിച്ചിട്ടുണ്ട്. ഇനി അധികം എക്സാമ്പിൾസ് കണ്ടെത്തി ഈ നിയമങ്ങൾ വശത്താക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.